കട്ടിലുണ്ടാക്കാറുള്ളത്. ഇത് ഭയങ്കര കട്ടിൽ, മർഫൂഅ. ആ കട്ടിലിന്റെ മുകളിൽ കയറിയാൽ സ്വർഗലോകം ഇങ്ങനെ കാണാൻ കഴിയുന്ന അനുഭൂതി ലഭ്യമാകുമെന്ന് മുത്തുനബി പറഞ്ഞപ്പോ ശത്രുക്കൾ പരിഹസിച്ചു, ഇതെന്തൊരു കട്ടിലാണ്, എന്ത് വിഡ്ഢിത്തമാണ് ഈ പറയുന്നത്, എങ്ങനെയാണ് കട്ടിൽ അങ്ങനെ പൊക്കാൻ കഴിയുന്നത്? കട്ടില് പൊക്കാൻ കഴിയില്ലാന്നോ? അല്ല മറുപടി എന്താ? അഫലായം വിശാലമായ മരുഭൂമിയിലൂടെ മരുക്കപ്പലായി അവർ കൊണ്ടു നടക്കുന്ന ആ ഒട്ടകം എങ്ങനെയാണ് ഉണ്ടാക്കപ്പെട്ടത് എന്നവർ നോക്കുന്നില്ലേ? എങ്ങനെയാണ് പർവ്വതങ്ങൾ ഉയർത്തപ്പെട്ടിരിക്കുന്നത് എന്നും എങ്ങനെയാണ് ഭൂമി പരന്നതായി അവർക്ക് തോന്നുന്നത് എന്നും ചക്രവാള സീമകൾ അതിരിട്ട് നിൽക്കുന്ന വിശാലമായ ആകാശം ഒരു തൂണ് പോലുമില്ലാതെ എങ്ങനെയാണ് ഉയർത്തപ്പെട്ടത് എന്നും അവർ നോക്കുന്നില്ലേ? അതെല്ലാം കഴിയുന്ന അല്ലാഹുവിന് എങ്ങനെയാണ് സ്വർഗത്തിൽ ഉയർന്ന കട്ടിലുകൾ ഉണ്ടാക്കാതിരിക്കാൻ കഴിയുന്നത്? പടച്ചോൻ നമുക്കതൊക്കെ തരട്ടെ. എല്ലാരും ആമീൻ പറയുന്നു. അല്ലാഹു നമുക്കതൊക്കെ തരട്ടെ. അതിനു വേണ്ടിയിട്ടല്ലേ മുഅ്മിനേ ഈ വഅള്, അതിനല്ലേ ഈ ദുആ. എന്താ പറഞ്ഞത്? ഫീ ജന്നത്തിൻ ആലിയ, അവർ ഉന്നതമായ സ്വർഗത്തിലായിരിക്കും. സ്വർഗത്തിലൊന്നുമല്ല, ഉന്നതമായ സ്വർഗത്തിൽ. സ്വർഗം എന്ന് പറഞ്ഞാൽ തന്നെ അത് ഉന്നതിയുള്ളവർക്ക് കിട്ടുന്നതാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സ്വർഗത്തിൽ എല്ലാവർക്കും ഒരേ പ്രായമായിരിക്കുന്നതാണ്. ഇവിടെ നമ്മളൊക്കെ കണ്ണാടി നോക്കിയിട്ട് പലരും കണ്ണാടിയോട് ദേഷ്യം പിടിക്കും. പടച്ചോൻ എൻ്റെ കോലതാണല്ലോ, അവിടെ ആ പ്രശ്നമൊന്നുമില്ല അല്ലേ? ഇവിടെ ഒരാൾ വളഞ്ഞിട്ട്, ഒരാൾ നീണ്ടിട്ട്, ഒരാൾ വെളുത്തിട്ട്, മറ്റൊരാൾ കറുത്തിട്ട്, അവിടെ എല്ലാവരും സുന്ദരന്മാർ. ആ സൗന്ദര്യം അല്ലാഹു പറഞ്ഞാൽ തീരൂല. നമുക്ക് അവസാനം ഒരു ഹദീസ് പറയേണ്ടത്, അത് കേട്ടാൽ എല്ലാവർക്കും മനസ്സിലാവും അത് അല്ലേ? നബിയോടൊരു വൃദ്ധയായ സ്ത്രീ വന്നുകൊണ്ട് ചോദിച്ച ഒരു തമാശ പറയാറുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തമാശ പറഞ്ഞു ഒരു വൃദ്ധയായ സ്ത്രീയോട്. അവരൊന്ന് ചോദിച്ചു, നബി ഞാൻ സ്വർഗത്ത് കിടക്കുമോ? അവിടുന്ന് പറഞ്ഞേ, ഈ വയസ്സായ ആൾക്കാരൊന്നും സ്വർഗത്ത് കിടക്കൂല എന്ന് പറഞ്ഞു. ആ സ്ത്രീ കരയാൻ തുടങ്ങിയപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, വയസ്സായ സ്ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വയസ്സായ കോലത്ത് കിടക്കൂല എന്നതിന്റെ അർത്ഥം നിങ്ങളൊക്കെ യുവതികളും സുന്ദരിമാരുമായിട്ട് കിടക്കുമല്ലോ. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടില്ലേ എന്താ പറഞ്ഞത്? അത് ഉന്നതമായ സ്വർഗത്തിലാണ്. എന്താ സ്വർഗത്തിന്റെ പ്രത്യേകത? ലാ തസ്മഉ ഫീഹാ ലാഗിയ, അവിടെ അനാവശ്യമായ ഒന്നുമേ നീ കേൾക്കുകയില്ലല്ലോ. ഒരനാവശ്യം സ്വർഗത്ത് കേൾക്കൂല. അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നറിയോ? അനാവശ്യം കേൾക്കാത്ത, അനാവശ്യം എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്തത്, അത് കേൾക്കാത്ത, അത് മറ്റുള്ളവരെ കേൾപ്പിക്കാത്തവർക്ക് മാത്രമേ അതില്ലാത്ത സ്വർഗത്ത് കടക്കാൻ പറ്റുള്ളൂ എന്ന് അല്ലേ? അല്ലാതെ ഇവിടുന്ന് തോന്നിയതുപോലെ കേൾക്കുന്നു, കേൾപ്പിക്കുന്നു, എന്നിട്ട് അവിടുന്ന് ഇതൊന്നും ഇല്ലാത്ത സ്വർഗത്ത് കടക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയും ഈ പരിപാടി നടക്കില്ല. മനസ്സിലാക്കണം നമ്മൾ. അല്ല മറ്റൊരിടത്ത് പറയാൻ, ഇന്നലിൽ മുത്തഖീന മഫാസ ഹദായിഖ വഅനാബ വകവാഇബ അത്റാബ വകഅസൻ ബിഹാഖ ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കില്ലാബ ജസാഅൻ മിർ റബ്ബിക അതാഅൻ ഹിസാബാ. സൂറത്തുൻ നബഅ അഥവാ അമ്മയുടെ അവസാന ഭാഗത്താണ് ഇന്നലിൽ മുത്തഖീന മഫാസ, അള്ളാനെ പേടിക്കുന്നവർക്കാണ് വിജയത്തിന്റെ സങ്കേതം അഥവാ സ്വർഗമുള്ളത്. സ്വർഗം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഹദായിഖ വഅനാബ, തോട്ടങ്ങളും മുന്തിരികളും അവർക്കുള്ളതാണ്. വകവാഇബ അത്റാബ, സ്തനം തടിച്ച സുന്ദരിമാരായ സമപ്രായക്കാരികളായ ഹൂറുൽ ഇങ്ങളും അവർക്കുള്ളതാണ്. അല്ലാഹു പറയാണ്, വകഅസൻ ബിഹാഖ, നിറക്കപ്പെട്ട ചഷകങ്ങളും അവർക്കുള്ളതാണ്. ഇനി ആ സ്വർഗത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കില്ലാബാ, ആ സ്വർഗത്തിൽ ലഗ്വ് കേൾക്കുകയില്ല, അനാവശ്യം കേൾക്കൂല. വലാ കില്ലാബാ, കള്ളം കേൾക്കൂല. പണി നന്നായി എടുക്കേണ്ടി വരും കേട്ടോ.
ഞാൻ അങ്ങനെ ആലോചിക്കലുണ്ടേ, ഒരു 20 കൊല്ലം മുമ്പ്, അവിടെ ഒരു 10 കൊല്ലം മുമ്പ് ഒരു നുണ പറയണമെങ്കിൽ എന്തോ ഒരു ഇടങ്ങറായിരുന്നു എന്നറിയോ. വലിയ ബുദ്ധിമുട്ടായിരുന്നു. നിങ്ങൾക്ക് എങ്ങനെയെന്ന് എനിക്കറിയില്ല, നമ്മളവിടേക്കുള്ള ആളുകൾക്ക് വലിയ പ്രയാസമായിരുന്നു. ഒരു നുണ, ഒരു കളവ് ഉദാഹരണമാണ്, ആ കളവ് മറക്കരുത്. ആദ്യം ഒരു നുണ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ നുണ മറക്കാതെ രാവിലെ ചായ മക്കാണിയിൽ ഒരു ഗ്ലാസ് ചായക്ക് ഓർഡർ ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ആ ചായ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ 2-3 ആളുകൾ വേറെ ഉണ്ടാവും. അപ്പം നുണ മറക്കാതെ പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ചിട്ട് പറയണം. അപ്പം അങ്ങനെ ഉണ്ടോ? അപ്പോഴാണോ അവരതറിയാം. അല്ലെങ്കിൽ ഒരു വല്ല കല്യാണത്തിനോ സൽക്കാരത്തിനോ, അതല്ലെങ്കിൽ അയൽവാസി ഭക്ഷണം, നമ്മളെ ചോറ് വന്നോന്ന ഞങ്ങളവിടുത്തേക്ക് മലയാളം, ചോറ് വന്നോന്ന് ചോദിക്കും. ഇങ്ങനെ എന്താണോ ചോദിക്കാനുള്ളത് അതൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്നൊരു നുണ പറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നുണ ഒരു 10 അല്ല 100 അല്ല 1000 ആളുകൾ എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഒരു പണിയില്ല. ആ നുണ പരത്തിക്കൊണ്ടാണെന്ന് കുറേ ആളുടെ ജീവിതം തന്നെ. ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് ഈ നുണക്ക് പലപ്പോഴും ബലിയാടാവാറുള്ളത് ദീനും ഇസ്ലാമും ഹദീസും ആയത്തൊക്കെയാണ് അല്ലേ. അങ്ങോട്ട് പറന്നെ, എല്ലാവർക്കും അതിനൊക്കെ അവകാശമുണ്ട്, ആരും ചോദ്യമൊന്നും ചെയ്യാൻ വരുന്നില്ല. ഇപ്പൊ ഇസ്രായേലിൽ എന്തോ തീക്കാറ്റോ മറ്റോ ഉണ്ടെന്ന് കേട്ടപ്പോഴേക്ക് ഹദീസുകൾ ഇങ്ങനെ എഴുതുകയാണ്. അതെ, അത് ലോകാവസാനത്തിന്റെ അടയാളം, ഹദീസ് ഇവിടെ, മറ്റേടത്ത് ദജ്ജാൽ വന്നെന്ന് അറിഞ്ഞപ്പോഴേക്ക് അവിടെ ഹദീസ്, ഇവിടെ ഭൂമി ഒന്ന് കുലുങ്ങിയെന്ന് അറിഞ്ഞപ്പോഴേക്ക് ഹദീസ്, ഇവിടെ നരേന്ദ്രമോദി വന്ന് ഹദീസുകളുടെ ഹദീസ്, ആയത്തുകളുടെ ഹദീസ്. പടച്ചോനെ, ആയത്തുകളും ഹദീസുകളും. നോണാന്ന് പറഞ്ഞൊരു മട്ടം വേണ്ടേ അതിന്? എല്ലാം പറയണ്ടേ, നോണ ഇങ്ങനെ പറയാ. എന്നിട്ടോ ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ സ്വർഗം ഇങ്ങനെ ആഗ്രഹിക്കും. ഇതിന്റെ ഏറ്റവും വലിയ വാഹകന്മാർ മുഅ്മിനീങ്ങളെ പലപ്പോഴും നമ്മളാണ്. ഈ ഗ്രൂപ്പ് മറ്റത് അത് ഇതെന്ന് പറഞ്ഞിട്ട്, ഗ്രൂപ്പ് എന്നുള്ളതുകൊണ്ടുള്ള ഉദ്ദേശം വാട്സപ്പിലുള്ള ഗ്രൂപ്പുകൾ, ഫേസ്ബുക്ക്, ഇതൊക്കെ ഈ ലഹ്വിനും കെവിബിനും വേണ്ടി ഉപയോഗിച്ചാൽ ഇത് രണ്ടും ഇല്ലാതെ സ്വർഗം എങ്ങനെ കിട്ടും നിങ്ങൾ പറയും? അല്ലെങ്കിൽ നിങ്ങൾ പറയണം ഉറപ്പാണ് ഞാൻ ഇന്ന് വരെ അത് ലഹ്വിന് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല, അനാവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല. പറയാൻ കഴിയോ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഉണ്ടായ, ഇപ്പൊ ഇന്നലെ മിനിഞ്ഞാന്നുണ്ടായ അത്തരം ആ വാർത്തകളൊക്കെ അത് നമ്മുടെ ചർച്ചകളിലേക്ക്, നമ്മുടെ വിഷയങ്ങളിലേക്ക്, നമ്മുടെ ഗ്രൂപ്പുകളിലേക്ക് വന്ന് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും അഭിപ്രായ പ്രകടനങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു ലഘുവല്ലേ? കദിബ് വേറെ ഇങ്ങനെ പറയുന്നേ. എന്നിട്ടോ ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിസാബ, കളവും അനാവശ്യമൊന്നും ഇല്ലാത്ത സ്വർഗം നമ്മൾ ആഗ്രഹിക്കുകയും വേണം. നാവിനെ സൂക്ഷിക്കുക. 2 കാര്യം ഞാൻ പറഞ്ഞത്. 1, നമ്മൾ കേൾക്കും ചെയ്യരുത്. 2, നമ്മൾ മറ്റുള്ളവരെ ഇത് രണ്ടും കേൾപ്പിക്കും ചെയ്യരുത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങൾ ആമീൻ പറഞ്ഞോളൂ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പറയുന്നവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ഇത് രണ്ടും ആവരുത്. ഒന്ന് അനാവശ്യമാവരുത്. എന്തെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അതും ഇത് രണ്ടും ആവരുത്. ലഘുവാവരുത്, കെവിബും ആകരുത്. അല്ലേ? ഈ സിനിമ, സീരിയൽ എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാലത്ത് ഇതൊക്കെ കാണണമെങ്കിൽ വലിയ ടൈമും സമയവും സന്ദർഭമൊക്കെ വേണ്ടിയിരുന്നു. മാഷാ അല്ലാഹ്, നഊദു ബില്ലാഹ് എന്നാ പറയേണ്ടത്. ഈ ജിയോ വന്നതോടുകൂടെ ഞാൻ ആ സാധനം എടുത്തിട്ടില്ല കേട്ടോ. നിങ്ങളൊക്കെ എടുത്തോണോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ഇവിടെ റേഞ്ച് ഉണ്ടോ മറ്റോന്നും എനിക്കറിയില്ല. എല്ലാം അതൊരു ഒരു തരം സമൂഹത്തെ തളച്ചിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് എത്തിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ഇന്ന് എന്താണ് അവ ചെയ്യുക? സമൂഹത്തെ തളച്ചിടാൻ ഈ ഗെയിമിലും ഈ യൂട്യൂബിലും ഈ സോഷ്യൽ മീഡിയയിലും ഈ കാര്യങ്ങളിലൊക്കെ ആയിട്ട്. ഇതുവരെ ഇപ്പോൾ പണ്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു പേടി ഉണ്ടാവും ചെറുപ്പക്കാർക്ക്. ഒരു യൂട്യൂബിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ കുറെ MB ഇങ്ങനെ പോവല്ലോ, അതൊക്കെയാണല്ലോ വലിയ ബേജാറ്. അപ്പൊ ആ ബേജാറൊന്നുമില്ല, കാണന്നെയാണ്, സംസാരിക്കന്നെയാണ്. യാ അല്ലാഹ്, അതൊക്കെ എവിടെ പോയിട്ടാണ് അവ എത്തുക എന്നുള്ള കാര്യമാണ് എൻ്റെ ബേജാർ. സ്വർഗാണെങ്കിലോ ലാ യസ്മഊന ഫീഹാ, ആർക്കുള്ളതാണാ പറഞ്ഞത്? മുഅ്മിനീങ്ങളൊന്ന് ചിന്തിക്കുക. ഈ പറഞ്ഞ സവിശേഷത എനിക്ക് കിട്ടിയിട്ടുണ്ടോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസ് കാന മിസാജുഹാ കാഫൂറ عينا يشرب بها عباد الله يفجرونها تفجيرا يوفون بالنذر ويخافون يوما كان شره مستطيرا
വയുത്ഇമൂന അത്അമ അലാ ഹുബ്ബി മിസ്കീനൻ വയതീമൻ വഅസീറാ ഇന്നൽ അബ്റാറ നിശ്ചയമായും ഗുണം ചെയ്ത ആളുകൾ, നന്മ ചെയ്ത ആളുകൾ, അവർക്കാണ് സ്വർഗത്തിലെ അരുവികൾ. നമ്മളാ പറഞ്ഞ ഗണത്തിൽപ്പെട്ടോ? അതാണ് ദാറുസ്സലാം. അവിടെ സമാധാനമേ ഉള്ളൂ, അവിടെ ശാന്തിയേ ഉള്ളൂ. അതായത് ദുന്യാവിൽ നിന്ന് മനുഷ്യന്റെ സമാധാനം കളയുന്ന ഏറ്റവും നിസ്സാരമായ ഒന്നുപോലും അവിടെ ഇല്ല. മൂത്രമൊഴിക്കുക സമാധാനം കെടുത്തുക എന്ന് പറയാൻ പറ്റൂല, എന്നാലും അതൊരു പ്രശ്നമാണല്ലോ. അവിടെ അതില്ല. വിസർജിക്കുക, മലവിസർജനം നടത്തുക, അതവിടെ ഇല്ല. അതുപോലെ തന്നെ ഇങ്ങനെ എന്തൊക്കെയുണ്ടോ അതൊന്നും അവിടെയില്ല. അല്ലാഹു തആല എല്ലാം കൊണ്ടും സുഖമായി സമാധാനമായി സ്വർഗലോകത്തിന്റെ നന്മകളെ അല്ലാഹു ഒരുക്കിയിരിക്കുകയാണ്. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. അല്ലാഹു വിളിക്കുന്നു സമാധാനത്തിന്റെ വീട്ടിലേക്ക്. വയഹ്ദി മയ്യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. സ്വർഗത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സ്വർഗം കണ്ടു ആര്? ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കവി പാടിയിട്ടുണ്ട്, ആ സ്വർഗം കണ്ട മുഹമ്മദ് നബി, അതിൽ കടന്ന മുഹമ്മദ് നബി രണ്ടാമത് തിരിച്ചു വന്നത് എന്നോടും നിങ്ങളോടുമുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ എങ്ങനെ സ്വർഗത്ത് കടന്ന ഒരാള് പിന്നെ ഈ ദുന്യാവിക്ക് തന്നെ വരുന്നത്? ഉമ്മത്തിനോടുള്ള ദൗത്യം പൂർത്തിയാക്കിയിട്ടില്ല. ഓരെ ഇനിയും രക്ഷപ്പെടുത്താണ്ട് അവർക്ക് ഇനിയും കുറെ കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട്. അത് പഠിപ്പിച്ചു മദീനയുടെ രാജകുമാരൻ, അത് പഠിപ്പിച്ചു മദീനയുടെ നായകൻ, ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെല്ലാം പഠിപ്പിച്ചു. ചിന്തിക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ദഖൽതുൽ ജന്ന, ഞാൻ സ്വർഗത്തിൽ കടന്നു. ആ വർത്താനം തന്നെ നബി നമ്മളെ പോലുള്ള ആളല്ലോ. നമ്മൾക്ക് അങ്ങനെ പറയണമെന്നുണ്ട്, ഞാൻ അവിടെ പോയി ഇവിടെ പോയി, അതിൽ നുണണ്ടായ നബി പറഞ്ഞാലോ, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ അല്ലമഹു ശദീദുൽ ഖുവാ. ഒരിക്കലും അവിടുന്ന് സ്വന്തം താല്പര്യത്തിൽ ഒന്നും പറയില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുന്ന ദിവ്യ വെളിപാട് മാത്രമേ അവിടുന്ന് പറയുള്ളൂ. അവിടുന്ന് പറയാണ്, ഞാൻ സ്വർഗത്തിൽ കടന്നു. കടന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്താണ്? ഫഇദാ ഫീഹി റുമൈസാ, ഞാൻ അവിടെ റുമൈസയെ കണ്ടു. അല്ലാഹുവിന്റെ റസൂൽ ആദ്യമായിട്ട് കണ്ടത് മദീനയിൽ ഉണ്ടായിരുന്ന അബൂ തൽഹയുടെ ഭാര്യ റുമൈസയാണ്. ഞാൻ സ്വർഗത്തിൽ കടന്നപ്പോൾ ഞാൻ അവിടെ റുമൈസയെ കണ്ടു. ഫഇദാ ഫീഹി റുമൈസാ. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ റുമൈസ ബീവിയെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ റുമൈസ ബീവിക്ക് അതിനുള്ള അർഹത ഉണ്ടായിരുന്നോ? അത് നമ്മൾ ചിന്തിക്കണല്ലോ. ഉമ്മമാരൊക്കെ ആലോചിക്ക്. നമ്മളൊക്കെ വാള് വെറുതെ കേൾക്കുന്നതിന് പകരം ഒന്ന് ചിന്തിക്ക്. റുമൈസ റളിയല്ലാഹു അൻഹയെ അള്ളാഹു സ്വർഗത്തിൽ കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റുമൈസ ബീവിക്ക് ഉണ്ടായിരുന്ന ഗുണങ്ങൾ എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, ഒരു സ്ത്രീ സ്വർഗത്തിൽ കടക്കണമെങ്കിൽ എന്തൊക്കെ സവിശേഷതകൾ വേണോ അത് മുഴുവൻ ഉള്ളയാളാണ് ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ റുമൈസ റളിയല്ലാഹു അൻഹ. സ്ത്രീകൾക്ക് സ്വർഗത്തിൽ കടക്കാൻ വളരെ കുറഞ്ഞ പണി മതി. പുരുഷന്മാർക്ക് അത് വളരെ കൂടുതലാണ്, പറയേണ്ടതില്ലല്ലോ. എന്തൊക്കെ പണികളുണ്ടെന്നറിയാം നമുക്ക്, ഒരുപാട് പണികൾ. ഈ വഅള് സംഘടിപ്പിക്കുക, പക്ഷെ അതിനെ സഹായിക്കൽ ഇവരുടെ ബാധ്യതയാണ്, അത് വേറെ കാര്യം. അവർ സഹായിക്കും ചെയ്യും. വഅള് സംഘടിപ്പിക്കുക, അതുപോലെ എന്താണെങ്കിൽ പള്ളി ഉണ്ടാക്കുക, പള്ളിയിൽ പോവുക, പള്ളിയിൽ ഇമാമ് നിൽക്കുക, വെള്ളിയാഴ്ച പോവുക, വെള്ളിയാഴ്ച ഖുത്ബ, ഒരാളെ രോഗിയായി കൊണ്ടുപോകുക, മയ്യിത്തടക്കം ചെയ്യാൻ പോവുക, ഖബർ കുഴിക്കുക, മയ്യിത്ത് നിസ്കരിക്കാൻ കൊണ്ടുപോവുക, പള്ളിയിലേക്ക് മയ്യിത്ത് സ്ത്രീകളുടേതാണെങ്കിലും കൊണ്ട്, ഇതൊക്കെ ആരുടെ ഉത്തരവാദിത്താണ്? പുരുഷന്മാരുടെ ഉത്തരവാദിത്താണ്. സ്ത്രീകൾക്ക് വളരെ കുറച്ചേ ഉള്ളൂ, ഇതിലെല്ലാമൊന്നുമല്ല.
വളരെ കുറച്ചേ ഉള്ളൂ. അതവർ ഭംഗിയാക്കിയാൽ ദഖലത്ത് ജന്നത റബ്ബിഹ, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ അവർ കടക്കുമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകൾക്ക് സ്വർഗത്തിനെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് സ്വലാത്തിനൊരു ശക്തി കുറവെന്നൊരു സംശയം. ആദരവായ മുഹമ്മദ് മുസ്തഫ. ഞാൻ പ്രസംഗം തുടങ്ങി എത്ര നേരമായി എന്നറിയ നിങ്ങൾക്ക്? എത്ര നേരമായി? അബൂബക്കർ യമാനി പറയും എത്ര നേരമായി? 3:45. അപ്പോൾ 9 മണിക്ക് ഞാൻ തുടങ്ങി, 1 മണിക്കൂറായി. 1 മണിക്കൂറായി. 9 മണിയല്ല, ഞാൻ 7:45 തുടങ്ങിയിട്ടുണ്ട് പ്രസംഗം. 8:45 തുടങ്ങി, 8:45, 7:45 പ്രസംഗം തുടങ്ങി. ഏകദേശം 8:45 ഇങ്ങനെയാണ്, 1 മണിക്കൂറാവുന്നു. ചില ആൾക്കാർ വിചാരിക്കും 2 മിനിറ്റ്, കാരണം മുമ്പ് 2 മിനിറ്റ് മുമ്പ് വന്ന്. അള്ളാഹു എല്ലാവർക്കും സന്തോഷം സമാധാനം തരട്ടെ. അപ്പം നമ്മളെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ഒരു സ്വലാത്തൊക്കെ ചൊല്ലി, വെള്ളം കൊടുക്കേണ്ടവർക്ക് അതൊന്നുമില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതുകൊണ്ടായിരിക്കും. അൽഹംദുലില്ലാ. എല്ലാവരും എണീറ്റ് ഒരു സ്വലാത്തൊക്കെ ചൊല്ലി അവിടെ തന്നെ ഇരുന്നാൽ സ്വലാത്ത് ചൊല്ലി. ആദ്യം തവസ്സൽ, വെള്ളം വേണം. തവസ്സൽന ബിബിസ്മില്ലാ വബിൽ ഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദിൻ ലില്ലാ വഅഹ്ലിൽ ബദരി യാ അല്ലാഹ്. ഉറക്കെ ചൊല്ലൂ സലാത്തുല്ലാ അലാ യാസീൻ ഹബീബില്ലാഹ്. ഒന്ന് ചാടണോ? അതൊന്നും വേണ്ട. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഉറക്കും. അശ്രദ്ധ ഇല്ലാത്തവർ മാത്രം എനിക്ക് ഉറക്കും പാടില്ല, അശ്രദ്ധയും പാടില്ല. അശ്രദ്ധ ഉള്ളവരവിടെ എണീറ്റ് നിൽക്കണം. അപ്പോൾ എല്ലാവരുടെയും ഉറക്കും അശ്രദ്ധയൊക്കെ പോയാൽ അൽഹംദുലില്ലാ. അപ്പം ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റില്ല. അത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ. എന്താണ് കാര്യം എന്നറിയോ? ബക്കറ്റുമായിട്ട് സംഘാടകൻ എടുത്ത് വരും. അപ്പം നിങ്ങളെല്ലാവരും ഇത് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും എഴുന്നേൽപ്പിച്ച് നിർത്തിയത്. അല്ല അബൂബക്കർ യമാനി, അതിന് ഇവരെ അറിയാത്ത പ്രശ്നം ഉണ്ടാവില്ല ഇൻഷാ അല്ലാഹ്. അപ്പം എല്ലാവരുടെ അടുക്കൽ ഇപ്പം എല്ലാവരും ഉണർന്നിട്ടുണ്ട്. ആരും അശ്രദ്ധയിലല്ല, മനസ്സിൽ നല്ല ഒരു നിയ്യത്തങ്ങോട്ട് വെച്ചിട്ട് ആ ബക്കറ്റിലേക്ക് നിറച്ച് സ്വതക്ക കൊടുക്കുക. ബക്കറ്റ് എവിടെ? ബക്കറ്റുകാരൻ വേം വരട്ടെ, ബിസ്മില്ല തുടങ്ങ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. ഞാൻ വേറെ സമയം കളയണ്ടല്ലോ എന്നുള്ള നിലക്കാണ്. കാരണം ഇപ്പം ആ ഉറക്കമൊക്കെ കളഞ്ഞ് എല്ലാവരും ഉഷാറായിട്ട് എഴുന്നേറ്റുന്ന സഹോദരിമാരെല്ലാവരും കാര്യമായിട്ട് തന്നെ ചെയ്യണം കേട്ടോ. എല്ലാവരും ഒരു 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 എത്രയെന്നാ പറയാ? പണ്ടാണെങ്കിൽ 1000 ഇട്ടാൽ മതി, 500 ഇട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ മതിയായിരുന്നു. ഇപ്പം ഞാൻ അതിനും സൗകര്യം 2000 എന്ന് പറഞ്ഞപ്പോൾ ഇടാൻ പറയാനിപ്പോൾ എങ്ങനെ ഞാൻ പറയാം? ആകെ ക്യൂ നിന്ന് 2-3-4 ദിവസം നിന്നിട്ട് ഒറ്റൊന്നേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ അത് ബക്കറ്റിലിടണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഇവിടുന്ന് പോകാൻ സമ്മതിക്കൂല. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഞാൻ അതൊന്നും പറയണില്ല. എന്നാലും 500 കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ബെഡ്റൂമിലൊക്കെ പോയി കൊടുക്കുമല്ലോ അല്ലേ? മാഷാ അല്ലാഹ്. അപ്പോൾ ഏതായാലും തിരക്കണ്ട്, നിങ്ങൾ കുറക്കണ്ട. ആ 10 കണ്ട് ഒഴിവാക്കിയിട്ടേ ഒരു 100 ബക്കറ്റുകാരൻ എപ്പോഴും കണ്ടില്ലോ. ബക്കറ്റില്ലേ? ബക്കറ്റുകാരൻ എവിടെ? ബിസ്മില്ല, അത് കഴിയട്ടെ, എന്നിട്ട് തുടങ്ങട്ടെ, എന്നിട്ട് നമുക്ക് അടുത്ത വാളിൻ്റെ അൽഹംദുലില്ലാ. ചെറുതാ വലുതാ ബക്കറ്റ്? വലിയ വലിപ്പമൊന്നുമില്ല അല്ലേ? പെട്ടെന്നറിയും ഇൻഷാ അല്ലാഹ്. നിറക്കണം എന്നുള്ളതാണ് നമ്മുടെ മുദ്രാവാക്യം. അല്ലാഹുവേ എല്ലാവരും ആമീൻ പറയും. അല്ലാഹുവേ എന്തൊക്കെ ഹലാലായ ഉദ്ദേശങ്ങളോടെയാണോ ഈ ബക്കറ്റിൽ സദഖ ചെയ്യുന്നത്, എല്ലാ സദഖകളും നീ കബൂലാക്കണേ അല്ലാഹ്. ഉറക്കാമീൻ പറയും, നീ സ്വീകരിക്കണേ അല്ലാഹ്. ബക്കറ്റിലേക്ക് സദഖ ഇടുമ്പോ ആ സദഖ ചെയ്യുന്നവരുടെ മനസ്സിൽ ഉദ്ദേശമുണ്ടാകുമല്ലോ, ആ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ നമ്മൾ പറഞ്ഞത് അള്ളാഹുവിന്റെ ഹബീബ് റുമൈസ ബീവിയെ കണ്ടത് വെറുതെ കണ്ടതല്ല. സ്വർഗത്തിൽ കടക്കാൻ എന്തൊക്കെ ഗുണങ്ങൾ വേണമോ അതെല്ലാം ഉള്ളയാളായിരുന്നു മഹദിയായ റുമൈസ റളിയല്ലാഹു അൻഹ. ഉദാഹരണം പറയട്ടെ, റുമൈസ ബീവി റസൂലുള്ളാഹിനെ നന്നായി ഇഷ്ടപ്പെട്ടിരുന്ന ആളായിരുന്നു. ഉദാഹരണം, അള്ളാഹുവിന്റെ ഹബീബ് മദീനയിലേക്ക് വന്നപ്പോൾ മദീനക്കാർ നബിയെ സ്വീകരിച്ചു. അറിയാലോ, സ്വീകരിച്ചു. നബിക്ക് സമ്മാനങ്ങൾ നൽകി. ചിലർ ഈത്തപ്പഴങ്ങൾ നൽകി, ചിലർ കാരക്കകൾ നൽകി. പല ആളുകളും റസൂലുള്ളാഹിനെ വീട്ടിലേക്ക് സൽക്കരിച്ചു. നബി എന്റെ വീട്ടിൽ താമസിച്ചോളൂ പലരും പറഞ്ഞു. റുമൈസ ബീവി ഒരു സമ്മാനമായിട്ട് വന്നു. എന്താ സമ്മാനം?
തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ 10 വയസ്സായ അനസ് ബിൻ മാലിക്കിനെ കയ്യിൽ പിടിച്ച് യാ റസൂലല്ലാഹ്, അങ്ങേക്ക് തരാൻ എന്റെ കയ്യിൽ ഇതല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞ് നബിയുടെ കയ്യിലേക്ക് സമ്മാനമായി കൊടുത്തു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചു. 10 കൊല്ലം റസൂലുള്ളാഹിന്റെ ഖാദിമായതിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന് ഏറ്റവും വലിയ സ്ഥാനവും മഹത്വവും ലഭ്യമായി. അപ്പൊ അതെങ്ങനെ നടക്കുക? ഇപ്പൊ എങ്ങനെ ഞാൻ റസൂലുള്ളാഹിക്ക് സമ്മാനം കൊടുക്കുക? ആ റസൂലുള്ളാഹിക്ക് സമ്മാനം കൊടുക്കുക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഇൽമിൻ്റെ വഴിയിലേക്ക് മക്കളെ അയക്കുക എന്നുള്ളത്. ചിന്തിക്കണം, അള്ളാഹിന്റെ ദീനിന്റെ ഇൽമിലേക്ക്, അല്ലേ? മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഇൽമിന്റെ സദസ്സ് എന്ന് പറയുന്നത്, ഇൽമിന്റെ സംഗമം എന്നുള്ളത് അത് സ്വർഗത്തിലെ തോട്ടങ്ങളിലെ ഒരു തോട്ടമാണ്. രാവിലെ നിങ്ങൾ മദ്രസയിലേക്ക് നിങ്ങളുടെ പൊന്നുമോനെ പറഞ്ഞേക്കുമ്പോ, നിങ്ങളുടെ പൊന്നുമോനെ മദ്രസയിലേക്ക് പറഞ്ഞേക്കുമ്പോ 6 മണിക്ക് നേരത്തെ എഴുന്നേറ്റ് 6 മണിക്ക് അവന് ചായ കൊടുത്തിട്ട്, അവന് മദ്രസയിലുള്ള പാഠപുസ്തകങ്ങൾ കൊടുത്തിട്ട് മദ്രസയിലേക്ക് മക്കളെ പറഞ്ഞേക്കുമ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്? നിങ്ങൾ അവരെ പറഞ്ഞേക്കുന്നത് വെറും ആ ചുമർ കെട്ടിടങ്ങൾക്കുള്ളിലേക്കല്ല, മജ്ലിസുൽ ഇൽമിലേക്കാണ്. അത് റൗളത്തും മിൻ റിയാദിൽ ജന്നയാണ്. ഒന്നുകിൽ അങ്ങനെ മക്കളെ പഠിപ്പിക്കാൻ പറഞ്ഞേക്ക്, ദീന് പഠിക്കട്ടെ അവര്. ഇനി അതുമല്ലെങ്കിലോ അതിനു മാത്രമായി അവരെ അങ്ങ് സമർപ്പിക്കുക. എന്റെ ഉമ്മയൊക്കെ സത്യത്തിൽ ആ ഒരു വിഭാഗത്തിൽപ്പെട്ടവരാണ്. അള്ളാഹു അവർക്ക് ദീർഘായുസ് നൽകുമാറാകട്ടെ, അല്ലേ? അപ്പൊ നമ്മളൊക്കെ നാറുതലി 10ാമത്തെ വയസ്സിൽ കൊണ്ടുപോയി ആക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തേ, ഇവിടെ ബാക്കിയുള്ള കുട്ടികളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ, ബാക്കിയുള്ള കുട്ടികളൊക്കെ +2 പഠിക്കുമ്പോൾ നമ്മളെ ദീന് പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണല്ലോ ഉമ്മ കൊണ്ടുപോയി ആക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ വാപ്പ കൊണ്ടുപോയി ആക്കിയിട്ടുള്ളത്. ചിന്തിക്കണം, ഈ ഉസ്താദുമാരൊക്കെ അങ്ങനെയാണ്. ഒരു ദീന് പഠിക്കട്ടെ, ഉമ്മാര് കൊണ്ടുപോയിട്ടാണ് ആക്കുകയാണ്. പ്രതീക്ഷ എന്താ വല്ല പ്രതീക്ഷ? ഇവര് വലിയ പണക്കാരാവട്ടെ എന്നുള്ളതാണോ പ്രതീക്ഷ? ഒരു ജോലി, ഇന്ന ജോലി എന്നുള്ളത് പോലും അവരുടെ സങ്കല്പത്തിൽ ഉണ്ടാവില്ല. ഉണ്ടാവോ? അപ്പൊ നമുക്ക് ആരെങ്കിലും അങ്ങനെ പറഞ്ഞേക്കണമെന്നുണ്ടെങ്കിൽ ഇതോ പഠിച്ചു കഴിഞ്ഞിട്ട് എന്നെ ജോലിയും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടാവോ? അങ്ങനെ പഠിച്ചു കഴിഞ്ഞു, ചിലപ്പം പള്ളിയിലുണ്ടാവും, മദ്രസയിലുണ്ടാവും, അല്ലെങ്കിൽ ദീനിന്റെ വേറെ ഏതെങ്കിലും മേഖലയിലുണ്ടാവും, ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്തിട്ട് കുടുംബം പുലർത്തുന്നുണ്ടാവും. ചിന്തിക്കണം നമ്മള്. ആ ഉമ്മമാരുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ റുമൈസ ബീവിയുടെ മനസ്സാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് അനസ് ബിൻ മാലിക്കിനെ സമർപ്പിച്ചല്ലോ എന്നതുപോലെയുള്ള ഒരു സമർപ്പണമാണ്. ദാറുൽ ഹുദയിൽ കൊണ്ടുപോയി സമർപ്പിക്കുമ്പോ, ബഹുമാനപ്പെട്ട തൂവക്കുന്ന് കോളേജിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോ, നമ്മുടെ പരിസരങ്ങളിലുള്ള ഹിഫ്ള് കോളേജുകളിൽ കൊണ്ടുപോയി ചേർക്കുമ്പോ, ദീന് പഠിക്കുന്ന കലാലയങ്ങളിൽ കൊണ്ടുപോയിട്ട് മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഉദ്യമിക്കുമ്പോ മറ്റൊരു ലക്ഷ്യം അവർക്കില്ല. മഹദിയായ റുമൈസ റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ തന്റെ മകനെ കൊണ്ടുപോയി സമർപ്പിച്ച ആ ഒരു മനസ്സ്, അപ്പൊ ഇന്നിപ്പോ അതെങ്ങനെ നേടിയെടുക്കാൻ കഴിയും എന്നൊന്നും ആരും ആശങ്കപ്പെടണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലേ? റുമൈസ ബീവി സമ്പൂർണമായും ഈമാനുള്ള ഒരു പെണ്ണായിരുന്നു. ഈമാൻ ഉണ്ടാവുക എന്നുള്ളത് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഗുണമായി അള്ളാഹു എണ്ണിയിട്ടുണ്ട്. ഈമാൻ ഉണ്ടാവുക, തഖ്വ ഉണ്ടാവുക, അല്ലേ? വളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ. ഫിർഔനിന്റെ ഭാര്യയായ ആസിയ ബീവി ഉണ്ടല്ലോ, റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. ഫറോവയുടെ ക്രൂരമായ ആക്രമണത്തിൽ നിന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്ത ആസിയ റളിയല്ലാഹു അൻഹയുടെ മനസ്സിലുണ്ടായിരുന്നത് വിശ്വാസത്തിന്റെ തെളിമയല്ലാതെ മറ്റെന്താണ്? അള്ളാഹു ഉദാഹരണമാക്കി പറഞ്ഞു ആസിയ ബീവിയെ. ഈമാൻ ഭയങ്കര ഘടകമാണ്. തഖ്വയോ വമർയമ ഇബ്നത ഇമ്രാൻ അല്ലതി അഹ്സനത് ഫർജഹാ ഫനഫഖ്നാ ഫീഹി മിൻ റൂഹിനാ വസദ്ദഖത് ബികലിമാതി റബ്ബിഹാ വകുതുബി വകാനത് മിനൽ ഖാനിതീൻ.
ഈസാ നബിയുടെ ഉമ്മയായ മറിയം റളിയല്ലാഹു അൻഹ വകാനത് മിനൽ ഖാനിതീൻ, നല്ല തഖ്വയുള്ള ആളായിരുന്നു, അള്ളാഹനെ സൂക്ഷിക്കുന്നവരിൽപ്പെട്ട ആളായിരുന്നു. മോനെ നല്ല സൗണ്ടാണ്, എന്നാലും ഇതൊന്ന് കൂട്ട്. അൽഹംദുലില്ലാ. മുഅ്മിനീങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ വെറുതെ കണ്ടതല്ല. കണ്ടോ നിങ്ങൾ, ബഹുമാനപ്പെട്ട റുമൈസ ബീവിയുടെ ഭർത്താവായ മാലിക് എന്നവർ മരിച്ചുപോയിരുന്നു. മരിച്ചുപോയ മാലിക്കിന് പകരം പലരും കല്യാണം ഇങ്ങനെ വന്ന് അന്വേഷിക്കുകയാണ്. അന്നത്തെ സമ്പ്രദായം അനുസരിച്ച് സ്വയം കല്യാണം അന്വേഷിക്കുന്നു, ആർക്കും പിടി കൊടുക്കുന്നില്ല. അങ്ങനെയാണ് അബൂതൽഹ കല്യാണം അന്വേഷിക്കുന്നത്. അബൂതൽഹയാണെങ്കിലോ വലിയ സമ്പന്നനാണ്, ധനാഢ്യനാണ്. അബൂതൽഹ നല്ല സുന്ദരനാണ്, പക്വതയുള്ള ആളാണ്. അബൂതൽഹത്തുൽ അൻസാരി, അബൂതൽഹ മുസ്ലിമായിട്ടില്ലല്ലോ. ഉമ്മു സുലൈമിന്റെ അടുക്കൽ അല്ലെങ്കിൽ റുമൈസ ബീവിയുടെ അടുക്കൽ ഒരാളാണ് വന്നു. എന്നിട്ട് ഇങ്ങനെ കല്യാണം അന്വേഷിക്കുകയാണ്. നിങ്ങളെ കല്യാണം കഴിക്കാൻ എനിക്ക് മോഹമുണ്ട്, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ പറഞ്ഞു, എന്നാൽ ഞാനിതിന് തയ്യാറല്ല. നിങ്ങളെപ്പോലെയുള്ള ഒരാൾ കല്യാണം അന്വേഷിക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഏർപ്പാടാണ്. പക്ഷേ നിങ്ങളുമായിട്ട് കല്യാണം കഴിക്കാൻ എനിക്ക് കഴിയില്ല, കാരണം നിങ്ങൾ ഒരു വിശ്വാസിയല്ല. നമ്മൾ രണ്ട് ആദർശമുള്ള ആളുകളാണ്, അല്ലേ? കണ്ണും കയ്യും കാണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മതം മാറി ഈമാൻ നഷ്ടപ്പെടുത്തി ദീനിനെ വലിച്ചെറിയുന്ന പുതിയ തലമുറ. കഴിഞ്ഞ ബുധനാഴ്ച ദിവസം ഒരു കുട്ടി എൻ്റെ അടുക്കൽ വന്നു, ഒരു ചെറുപ്പക്കാരൻ, വേറൊരാവശ്യത്തിന് വന്നതാണ്. ഇങ്ങനെ സംസാരിച്ച് ഞാൻ അവൻ്റെ പഠനവും മറ്റുമൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ അവസാനം അവനോട് ഉള്ളു തുറന്നു പറഞ്ഞു, ഉസ്താദ് എന്ത് ചെയ്യാനാണ്, ഞാൻ വലിയൊരു സങ്കടത്തിലാണ്. എന്നിട്ട് എന്താ കാര്യം? എൻ്റെ പെങ്ങള് ക്രൈസ്തവനായ ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ ഒളിച്ചോടി എന്ന് പറഞ്ഞു. വീട്ടുകാരുടെയും നാട്ടുകാരുടെയും എല്ലാവരുടെയും ശാപം അവളെ ഏറ്റുവാങ്ങി. ഇതാ അവസ്ഥ. അപ്പം ഞാൻ ചോദിച്ചു, എന്താ കാര്യം? അയാളിങ്ങനെ സംഭവങ്ങൾ വിശദീകരിച്ചു. അവസാനം തടയാൻ പോയതിൻ്റെ പേരിൽ ഇവനും ഇവൻ്റെ കുടുംബക്കാർക്കും ഒക്കെ ഉള്ള വധഭീഷണികളെ സംബന്ധിച്ച് വരെ അവനോട് സംസാരിച്ചു. നഊദു ബില്ലാ. അള്ളാഹു നമ്മുടെ തലമുറയെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഉമ്മു സുലൈം മറുപടി പറയാണ്, നിങ്ങളുമായിട്ടുള്ള ബന്ധം നല്ല കാര്യം, നിങ്ങൾ വലിയ സമ്പന്നനൊക്കെയാണ്, പക്ഷേ നമുക്കത് പാടില്ല, അതുകൊണ്ട് നിങ്ങൾ മാറിപ്പോയിക്കൂടെ? അപ്പോൾ ചോദിച്ചു, എന്താണ് നിങ്ങൾ പറയുന്നത്, എന്താണ് നിങ്ങളുടെ ആദർശം, എനിക്കതൊന്ന് വിശദീകരിച്ചു തരുമോ? അപ്പോൾ ഉമ്മു സുലൈം പറഞ്ഞു, അല്ലയോ അബൂ തൽഹ, അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ? നിങ്ങൾ ഇലാഹായി കാണുന്നത് ഏതെങ്കിലും ആളുകൾ അവരുടെ കൈകൾ കൊണ്ട് കൊത്തിയുണ്ടാക്കിയ കല്ലുകളെയും മരങ്ങളെയുമാണല്ലോ നിങ്ങൾ സൃഷ്ടാവായിട്ട് ആരാധിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങൾക്കത് സാധ്യമാകുന്നത്? നിങ്ങൾ അള്ളാഹിനെ കുറിച്ച് ആലോചിക്കൂ, നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് ചിന്തിക്കൂ. അബൂ തൽഹ ചിന്തിച്ചു, റബ്ബേ ശരിയാണല്ലോ, എന്താണ് ഞാൻ ഇതിന് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഇദ്ഹബ് ഇലാ റസൂലില്ലാ, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് പോവുക, ഫഅസ്ലിം, എന്നിട്ട് നിങ്ങൾ മുസ്ലിം ആവുക. അബൂ തൽഹ ഇങ്ങനെ ചെല്ലിയാണ് തലയും താഴ്ത്തിയിട്ട്. മുഹമ്മദുർ റസൂൽ പരിശുദ്ധമായ മദീന പള്ളിയില് അവിടുത്തെ സ്വഹാബികളോടുകൂടെ സംസാരിച്ചിരിക്കുമ്പോ അബൂ തൽഹ വരുന്നത് കണ്ടു. അവിടുന്ന് പറഞ്ഞു, സ്വഹാബാ ജാഅകും അബൂ തൽഹ ഉർറത്തുൽ ഇസ്ലാമി ബൈന ഐനൈ. അബൂ തൽഹ രണ്ട് കണ്ണുകൾക്കിടയിലും ഇസ്ലാമിന്റെ പ്രകാശവുമായി അബൂ തൽഹ ഇതാ നിങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരുന്നുവെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അബൂ തൽഹ മുസ്ലിമായി എന്ന് മാത്രമല്ല, ദീനിന്റെ മുന്നണി പോരാളിയായി, വലിയ സ്വതക്ക ചെയ്യുന്നയാളായി, അള്ളാഹുവിന്റെ റസൂലിന്റെ സഹായിയായി, ഇസ്ലാമിൽ അടിയുറച്ച മഹാനായി, മാതൃകായോഗ്യരായ ദമ്പതികളായി മാറി അള്ളാഹുവിന്റെ സ്വർഗത്തിൽ കണ്ടത് ഞാൻ റുമൈസയാണെന്ന് പ്രഖ്യാപിച്ചതിന്റെ സാക്ഷീകരണം നടത്തി ആ കുടുംബം ഒന്നാകെ. അല്ലേ? സ്വർഗത്തിലുള്ള ഗുണം മുഴുവൻ എത്ര സംഭവങ്ങളാണെന്നറിയോ? ക്ഷമയുടെ സംഭവങ്ങളുണ്ട്, അതുപോലെ സഹനത്തിന്റെ, ഭർത്താവിനോടുള്ള പെരുമാറ്റത്തിന്റെ എല്ലാം ഉണ്ട്. സ്വർഗം കിട്ടാനുള്ള എല്ലാ മാർഗങ്ങളും ജീവിതത്തിൽ സ്വീകരിച്ച ആളായിരുന്നു. ഞാൻ സ്വർഗത്തിൽ കണ്ടു റുമൈസയെ.
അവിടുന്ന് പറയാണ്, ഞാൻ സ്വർഗത്തിൽ ഒരു കൊട്ടാരം കണ്ടു. അതിന്റെ കമനീയത കണ്ടപ്പോ, അതിന്റെ മനോഹാരിത കണ്ടപ്പോ ഞാൻ വിചാരിച്ചു പോയി, അല്ലാ, ഇതെനിക്കുള്ള കൊട്ടാരമാണോ? ഞാൻ അതിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ എന്നോട് പറയപ്പെട്ടു, ഇത് നിങ്ങൾക്കുള്ള കൊട്ടാരമല്ല, ഹാദാ ഖസ്റുൽ ഉമറ, ഇത് ഉമറുൽ ഫാറൂഖിനുള്ള കൊട്ടാരമാണ്. ഉമറുൽ ഫാറൂഖ്, ഉറക്കെ പറയൂ, സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഉമറേ, നിങ്ങൾ വലിയ ദേഷ്യക്കാരനാണല്ലോ, നിങ്ങളുടെ ദേഷ്യം ഞാൻ ആലോചിച്ചത് കാരണത്താൽ ഞാൻ ആ കൊട്ടാരത്തിലേക്ക് കയറാതെ തിരിച്ചു പോന്നു. ഉമർ കരഞ്ഞു, നബിയേ, ബി അബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ് അലൈക അലൈക അഗാർ, അങ്ങയോട് ഞാൻ ദേഷ്യപ്പെടുകയോ? അല്ലേ, എന്റെ ഉമറുൽ ഫാറൂഖിന് അല്ലാഹുവിന്റെ റസൂൽ സ്വർഗത്തിൽ കൊട്ടാരം കണ്ടു. കാരണം മറ്റൊന്നുമല്ല, അതിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവൻ, പ്രത്യേകിച്ച് ഭരണാധികാരിയായപ്പോ, അതിന്റെ ആനുകൂല്യങ്ങൾ കൊണ്ട് കൊട്ടാരങ്ങൾ ഉണ്ടാക്കിയില്ല, കോട്ടകൾ ഉണ്ടാക്കിയില്ല. സൂക്ഷ്മമായി ജീവിച്ചു, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തന്റെ ജീവിതം കഴിച്ചുകൂട്ടി. ഫലസ്തീനിലുള്ള ആളുകൾ അവിടുന്ന് അബൂ ഉബൈദ റളിയല്ലാഹു കത്തെഴുതി, ഈ ബൈത്തുൽ മുഖദ്ദസിന്റെ താക്കോല് മുസ്ലിങ്ങൾക്ക് യുദ്ധമില്ലാതെ തരാം എന്നിവർ പറയുന്നുണ്ട്, ക്രിസ്ത്യാനികൾ. അത് തൽക്കാലം ഖലീഫ തന്നെ നേരിട്ട് വാങ്ങണം എന്ന നിബന്ധനയാണ് അവർക്കുള്ളത്. നേരിട്ട് തരാം, അതല്ലെങ്കിൽ തരൂല്ല, ഇതാണ് നിബന്ധന. അതുകൊണ്ട് നേരിട്ട് ഖലീഫ ഒന്ന് വരണം എന്ന് പറഞ്ഞു. ഖലീഫ യാത്ര പുറപ്പെടുകയാണ്. ഇന്ന ദിവസം ഞാനവിടെ എത്താം. എന്താ യാത്ര? വലിയ കാറിലോ വലിയ കുതിരപ്പുറത്തോ അല്ല. ഭൃത്യനും ഖലീഫക്കും കൂടെ ഒരു ഒട്ടകമേ ഉള്ളൂ, ഒറ്റ ഒട്ടകം. ആ ഒട്ടകത്തിന്റെ പുറത്ത് ഊഴം വെച്ചിട്ടാണ് അവർ പോണത്. ഇവിടുന്ന് പാനൂര് വരെ നീ ഒട്ടകപ്പുറത്ത്, പാനൂരിൽ നിന്ന് കുഞ്ഞിപ്പള്ളി വരെ ഞാൻ, കുഞ്ഞിപ്പള്ളി മുതൽ വടകര വരെ നീ, അങ്ങനെ ഊഴം വെച്ചിട്ട് ഇങ്ങനെ ഒട്ടകപ്പുറത്ത്. പടച്ചോനെ, ഖലീഫ നടക്കുകയാണ്, ഒട്ടകത്തെ തെളിച്ച് മുഷിഞ്ഞ വസ്ത്രം ധരിച്ച്. ഇങ്ങനെ ചിന്തിക്കുക, എന്തുകൊണ്ട് സ്വർഗം അവർക്ക് കിട്ടി? എന്തേ അവരാരെങ്കിലും ചോദിക്കുവോ? നല്ല വസ്ത്രം ധരിച്ചാൽ ചോദിക്കൂല. അബൂ ഉബൈദ കാണുകയാണ്, ഒട്ടകപ്പുറത്തുള്ളത് ഖലീഫയല്ല, ഒട്ടകപ്പുറത്തുള്ളത് ഭൃത്യനാണ്. ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഓടിപ്പോയി സലാം പറഞ്ഞു, ഖലീഫ, ഭൃത്യനെ നിങ്ങൾ ഒട്ടകപ്പുറത്ത് നിറക്കൂ, നിങ്ങൾ ഒട്ടകപ്പുറത്തേക്ക് കയറൂ. ഖലീഫ അമീറുൽ മുഅ്മിനീൻ മറുപടി പറയുകയാണ്, എന്താണ് അബൂ ഉബൈദ നീ പറയുന്നത്? അല്ലയോ ഉമറേ, നിങ്ങൾ ഈ വസ്ത്രം ഒന്ന് മാറിക്കേ, നിങ്ങളെ കാണാൻ ആളുകൾ കാത്തു നിൽക്കുകയാണ്. ആ താക്കോല് നിങ്ങളുടെ കയ്യിൽ തരുമ്പോ നിങ്ങളുടെ ഈ കാലിൽ ധരിച്ചിരിക്കുന്ന ചെരുപ്പ് ഇത്ര മോശമാവാൻ പാടില്ല. ചെരുപ്പ് മഹാമോശം, ഡ്രസ്സ് മഹാമോശം, കുതിര ഒട്ടകപ്പുറത്താണ് നിങ്ങളെല്ലതാനും, ഒന്ന് മാറ്റിക്കേ. അതിനാ മഹാൻ പറഞ്ഞ മറുപടി ഉണ്ട്. എന്താ അബൂ ഉബൈദ നീ പറയുന്നത്? നമ്മളൊക്കെ ആരാ? നഹ്നു ഖൗമിൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, നമ്മളൊക്കെ അല്ലാഹു ഇസ്ലാം കൊണ്ടല്ലേ നമ്മെ പ്രതാപശാലികളാക്കിയത്. ഇസ്ലാം കൊണ്ടല്ലേ, ദീന് കൊണ്ടല്ലേ അല്ലാഹു പ്രതാപശാലികളാക്കിയത്. നമ്മൾ ദീനില്ലാത്ത ഒരവസ്ഥയായിരുന്നെങ്കിൽ, ദീന് കൊണ്ടല്ലാത്ത മറ്റുള്ള വല്ലതും കൊണ്ടാണ് നമ്മൾ പ്രതാപം തേടിയത് എങ്കിൽ, അല്ലാഹു നമ്മെ നിന്യമാക്കി കളയും. അബൂ ഉബൈദ, നമ്മളെ ഡ്രസ് കൊണ്ടല്ല ആളുകൾ ബഹുമാനിക്കുന്നത് നമ്മളെ. അത് തേടാൻ പോയാൽ ഓരല്ല ബഹുമാനിക്കൂല, അല്ലേ? മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് അല്ല, വില കുറഞ്ഞ വസ്ത്രം ധരിച്ച് നമുക്കിടയിലൂടെയൊക്കെ നടന്നുപോയ ഒരു മഹാനുണ്ടായിരുന്നു, സമസ്തയുടെ പ്രസിഡന്റ് ഷെയ്ഖുന കോയക്കുട്ടി മുസ്ലിയാർ. അള്ളാഹു അവിടുത്തെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. എന്തെങ്കിലും കുറവുണ്ടായോ? നാളെ അത്തിപ്പറ്റ് ഉസ്താദ് ആ ബഹുമാനപ്പെട്ടവരെ നേരിട്ട് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് അബൂബക്കർ യമാനി കൂടെ പോരണോ പോരണ്ടേ എന്നുള്ള ആലോചനയിലാണ്. ആലോചിച്ച് നോക്കിയേ, അത്തിപ്പറ്റ് ഉസ്താദിന്റെ വസ്ത്രോ
അത്തിപ്പറ്റ ഉസ്താദിന്റെ മുഖമോ ബഹുമാനപ്പെട്ടവരുടെ തലപ്പാവോ ആണോ നമ്മളെ ബഹുമാനിക്കാൻ ശീലിപ്പിക്കുന്നത്? അല്ല, പിന്നെയോ? പിന്നെന്താ? അത്തിപ്പറ്റ ഉസ്താദിന്റെ ദീന്, അവിടുത്തെയുടെ തഖ്വ, അവിടുത്തെയുടെ ഈമാൻ, ഇതല്ലാതെ മറ്റൊന്നുമില്ല. നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. അല്ലേ? റഹ്മാനായ റബ്ബ് ആ മാർഗങ്ങളിൽ അടിയുറച്ചു നിൽക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അതാണ് ഉമറുൽ ഫാറൂഖിനെ സ്വർഗത്തിൽ കാണാൻ സംഭവങ്ങൾ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. സ്വർഗത്തിന്റെ അടയാളങ്ങളും സ്വർഗത്തിന്റെ ലക്ഷണങ്ങളും ഒക്കെ ഉമറിന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അവിടുന്ന് വീണ്ടും പറയുകയാണ്, ഞാനൊരു കാൽപ്പാടിന്റെ ശബ്ദം കേട്ടു, ഒരാളിങ്ങനെ നടന്നു പോകുന്ന ശബ്ദം കേട്ടു. ഞാൻ നോക്കി, ആരാണത്? ഫഇദാ ഹുവ ബിലാൽ. അത് നമ്മുടെ ബിലാൽ അല്ലാതെ മറ്റാരുമായിരുന്നില്ല. സയ്യിദുനാ ബിലാൽ. ഉറക്ക റളിയല്ലാഹു അൻഹു എന്ന് പറയൂ. സയ്യിദുനാ ബിലാൽ വിശുദ്ധ ഇസ്ലാമിന്റെ മാനുഷിക പരിഗണനയുടെ, മാനുഷിക മൂല്യങ്ങളുടെ, സമത്വത്തിന്റെ, ഇസ്ലാമിന്റെ ആത്മീയമായ ദർശനങ്ങളുടെ എല്ലാ സമഗ്രമായ അടയാളങ്ങളെയും ലോകത്തിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ ഹബീബ് പരിചയപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ച സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു. ബിലാലിനെ സ്വർഗത്ത് കണ്ടത്. വസ്ത്രം ഉണ്ടായിരുന്നു, വലിയ വസ്ത്രമോ വലിയ സമ്പത്തിനോ ഒന്നുമില്ല, കറുകറുത്ത് ഉള്ള ഒരു മനുഷ്യൻ സ്വർഗത്ത് കണ്ടു. എന്തേ കുറേ കാരണങ്ങളുണ്ടായി. ഈമാനും ഇഖ്ലാസും ദീനൊക്കെ അതിൻ്റെ കാരണമാണ്. അതിൽപ്പെട്ട ഒരു കാരണമാണ് സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു എപ്പോഴും വുളു ഉള്ള ആളായിരുന്നു. വുളു മുറിയില്ല. അത് നമുക്ക് ശീലാക്കാൻ കഴിയുന്ന ഒന്നാണ്. വുളു എടുക്കുക, എപ്പോഴും വുളു ഉള്ളവരാവുക. വുളു മുറിയാൻ പാടില്ല. മുറിഞ്ഞാലുടൻ വുളു ചെയ്യുക. ഉറങ്ങുമ്പോൾ വുളു ഉണ്ടാവുക, എപ്പോഴും വുളു ഉണ്ടാവുക. അല്ലേ? ഞാൻ ബിലാലിനെയും സ്വർഗത്തിൽ കണ്ടു. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മളും അത് തേടുക, നമ്മളും അത് ആഗ്രഹിക്കുക. അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിയിട്ട് ഐഹിക ലോകത്തിന്റെ ഈ ആഡംബരങ്ങളെ, ഈ സുഖങ്ങളെ, ഈ ദുന്യാവിന് വേണ്ടിയുള്ള തത്രപ്പാടിന് എല്ലാം പരലോകത്തേക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കുക. ഏത് ഘട്ടത്തിലും ആഖിറം എന്ന ചിന്തയുണ്ടാവുക. അതേ മാർഗമുള്ളൂ. പടച്ചോനെ, ഞാൻ എപ്പം മരിക്കുകയാണെങ്കിലും സ്വർഗാവകാശിയായിട്ട് മരിക്കാൻ എനിക്ക് അവസരമുണ്ടാകണം എന്ന ശ്രദ്ധയോടെ നമ്മൾ ജീവിക്കുക. വിചാരിച്ചാൽ അത് സാധ്യമാകും. അതല്ലെങ്കിൽ ഒരു രക്ഷയും നമ്മളാരും പ്രതീക്ഷിക്കണ്ട. സ്വഹാബത്തുൽ കിറാമൊക്കെ എങ്ങനെയാണ് അല്ലേ? മൂത്തത്തിന്റെ യുദ്ധക്കളത്തിലേക്ക് പോകുമ്പോ സെയ്ദ് ബിൻ ഹാരിസയോടൊരു ജൂതൻ പറഞ്ഞത് എന്താ? സെയ്ദേ, നിങ്ങളോട് നബി എന്താ പറഞ്ഞെന്നറിയോ? മൂത്തത്തിന്റെ യുദ്ധക്കളത്തിലേക്ക് പോകുമ്പോ ആദ്യം സെയ്ദ് പതാക ഏന്തട്ടെ. സെയ്ദ് വധിക്കപ്പെട്ടാൽ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ പതാക ഏന്തട്ടെ. അബ്ദുള്ള വധിക്കപ്പെട്ടാൽ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് പതാക ഏന്തട്ടെ. മൂന്നാളുകളും വധിക്കപ്പെട്ടു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ അവർക്കിടയിൽ നിന്നൊരു നേതാവിനെ തെരഞ്ഞെടുക്കട്ടെ. സെയ്ദിനോട് പറയാണ്, സെയ്ദേ, ഇങ്ങനെ മുഹമ്മദ് നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജൂതന പറയും, ഉറപ്പായിട്ടും നിന്റെ കാര്യം പോക്കാണ് കേട്ടോ, നീ മരിക്കും, അതുകൊണ്ട് വെറുതെ പോവാൻ നിൽക്കണ്ട. സെയ്ദ് ബിൻ ഹാരിസ എന്താ പറയണത്? അങ്ങനെയാണെങ്കിൽ അൽഹംദുലില്ലാ, എനിക്ക് പോയേ മതിയാകൂ. ഇതാണ് ഈമാൻ. അങ്ങനെയാണെങ്കിൽ എനിക്ക് പോയേ മതിയാകൂ. ഇതാണ് ഈമാൻ. അല്ലാഹുവേ, അല്ലാഹുവേ, ആ ഈമാൻ ഞങ്ങൾക്ക് നീ നിലനിർത്തി തരണേ അല്ലാഹ്. സെയ്ദ് ബിൻ ഹാരിസയുടെ പ്രിയപ്പെട്ട സഹാബിയുടെ കൂടെ അന്നുണ്ടായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യയോടും മക്കളോടും ഇനി ഞാൻ തിരിച്ചു വരില്ല, സ്വർഗത്തിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് യാത്രയാകുന്നത്. ഒരിക്കറിയാം മരിക്കൂ എന്നുള്ള കാര്യം, ഷഹീദാവുന്നുള്ള കാര്യം, ഒരതിനാണ് പ്രാധാന്യം നൽകിയത്. നമ്മൾ ഷഹീദാവുക, മരിക്കുക എന്നുള്ളതല്ല, പക്ഷേ ഈമാനോടെ ദീനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതിനാണ്.
ജീവിതത്തിൽ ഇന്ന് വന്നു ഭവിക്കുന്ന പാപങ്ങളെ, സിനിമ കാണുന്നതിനെ, സീരിയൽ കാണുന്നതിനെ, അപ്രകാരം അള്ളാഹു നമുക്ക് നൽകിയ അനർഘമായ ഈ മണിക്കൂറുകളെ ഇങ്ങനെയുള്ള ദുഷിച്ച കാര്യങ്ങളിൽ ചെലവഴിക്കുന്നതിന് പൂർണ്ണമായും നിരാകരിക്കുവാൻ നമുക്ക് സാധ്യമാകുന്നുവെങ്കിൽ അൽഹംദുലില്ലാഹ്. അതിനേക്കാൾ വലിയ ഖൈർ എന്താണ് പ്രിയപ്പെട്ടവരെ? ഇന്ന് ഖബറിന്റെ ഏകാന്തതയിൽ കിടക്കുന്ന നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എത്രയെത്ര ആളുകളുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരില്ലേ, നമ്മുടെ ഉമ്മമാരില്ലേ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ഖബറിന്റെ ഏകാന്തതയിൽ കിടക്കുന്ന അവർക്കൊക്കെ വിശാലത നൽകുമാറാകട്ടെ. അവരിന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാകും, അല്ലാഹ് ദുനിയാവിൽ നിന്ന് ഞാൻ ഇങ്ങനെ നന്മ ചെയ്തിരുന്നുവെങ്കിൽ, ഇങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ, ഇന്നത് ഞാൻ ഒന്നുകൂടെ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന് അവർ ചിന്തിക്കുന്നുണ്ടാകും. അത് നമ്മൾ നാളെ ചിന്തിക്കുമെന്ന കാര്യം അവിതർക്കിതമാണ്. നമ്മൾ ഇവിടെ നിന്ന് നന്മ ചെയ്തിട്ടില്ല എങ്കിൽ ഹബീബായ റസൂലുള്ള പറഞ്ഞതല്ലേ, മസ്റിൽ ചെല്ലുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മയില്ലാത്ത ഓരോ നിമിഷങ്ങളെ കുറിച്ചും ഓരോ അടിമകളും ഖേദിക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഉറക്ക സ്വലാത്ത് ചൊല്ലൂ മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തെരുമാറാകട്ടെ. പടച്ചോനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു ഹദീസ്, ഇദാ ദഖലത് അഹ്ലുൽ ജന്നതി അൽ ജന്ന. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നത് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടാണ്. ഇദാ ദഖലത് അഹ്ലുൽ ജന്നതി അൽ ജന്ന. സ്വർഗവാസികൾ സ്വർഗത്തിൽ കടന്നാൽ, നിങ്ങളൊക്കെ ഒന്ന് ശക്തമായി മനസ്സിന്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് ആമീൻ പറയൂ. അല്ലാഹുവേ റബ്ബേ, ആ വിഭാഗത്തിൽ ഈ കൈ ഉയർത്തിപ്പിടിച്ച് ആമീൻ പറയുന്ന ഓരോ മുഅ്മിനിനെയും നീ പെടുത്തണേ അല്ലാ. ഭാര്യയോടൊപ്പം, മക്കളോടൊപ്പം, മാതാപിതാക്കളോടൊപ്പം സ്വർഗത്തിൽ കടക്കുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ തമ്പുരാന്. ഇദാ ദഖലത് അഹ്ലുൽ ജന്നതി അൽ ജന്ന. സ്വർഗത്ത് കിടക്കണ വേറെ രസാ. എങ്ങനെ വരിക? സ്വർഗത്ത് ഇങ്ങനെ വരും, കൂട്ടം കൂട്ടമായി എന്ന ഖുർആൻ. വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ ഹത്താ ഇദാ ജാഊഹാ وفتحت أبوابها وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين. അല്ലേ? വസീഖല്ലദീന തഖൗ. അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരൊക്കെ ഇങ്ങനെ നയിക്കപ്പെടുകയാണ് ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക്. സുമറ, കൂട്ടം കൂട്ടമായി. അങ്ങനെ ആ സ്വർഗത്തിലേക്ക് അവർ കടന്നു ചെല്ലുമ്പോൾ വഖാല ലഹും ഖസനതുഹാ, ആ സ്വർഗത്തിന്റെ സൂക്ഷിപ്പുകാർ അവരോട് പറയുന്നത് എന്താണ്? എന്താ പറയുന്നത്? സലാമുൻ അലൈക്കും, നിങ്ങളുടെ മേൽ അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. തുബുത്തും, നിങ്ങൾ നല്ലത് ചെയ്തവരാ. ഫദ്ഖുലുഹാ ഖാലിദീൻ, നിങ്ങൾ ആ സ്വർഗത്തിൽ ശാശ്വതരായി കടന്നുകൊള്ളുക. നിങ്ങൾ പേടിയും പേടിക്കണ്ട, ആ സ്വർഗം നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾ അവിടെ കടന്നോളൂ. അല്ലാഹുവേ അല്ലാഹുവേ, ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ അല്ലാ. അങ്ങനെ സ്വർഗവാസികൾ സ്വർഗത്തിൽ ഇങ്ങനെ കടന്നാൽ അല്ലാഹു പറയാണ്, റസൂലുള്ള പറയാണ്, അവർക്കെല്ലാം അല്ലാഹു കൊടുക്കും. അവർക്ക് പഴങ്ങൾ കൊടുക്കും, ഫലങ്ങൾ കൊടുക്കും, സ്വർഗത്തിലുള്ള വിരിപ്പുകൾ കൊടുക്കും, ഭക്ഷണങ്ങൾ കൊടുക്കും. അങ്ങനെയെല്ലാം അവർക്ക് കിട്ടിയാൽ, സ്വർഗത്തിൽ കിട്ടേണ്ടതെല്ലാം അവർക്ക് കിട്ടിയാൽ, ഹബീബായ റസൂലുള്ള പറയുകയാണ്, അങ്ങനെയെല്ലാം കിട്ടിയാൽ സ്വർഗക്കാരുടെ മുഖത്ത് കാണാം എന്തോ ഒരു വിഷമം, എന്തോ ഒരു സങ്കടം അവരുടെ മുഖത്ത്. എന്തിനങ്ങനെ സങ്കടപ്പെടുന്നു ചോദിക്കും അല്ലാഹ്. യാ ഇബാദി, എന്റെ അടിമകളെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ഇത് സങ്കടത്തിന്റെ വീടല്ലല്ലോ, ഇത് ദുഃഖത്തിന്റെ വീടല്ലല്ലോ, ഇത് ബഹുമാനത്തിന്റെ വീടല്ലേ, ഇത് സ്നേഹത്തിന്റെ വീടല്ലേ.
എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പ്രയാസപ്പെടുന്നത് എന്ന് അല്ലാഹു സ്വർഗ്ഗക്കാരോട് ചോദിക്കുമ്പോ അവർ പറയുകയാണ്, ഇന്നലനാ മൗഇദൻ ഖദ് ജാഅ വഖ്തു, നീ ഞങ്ങളോടൊരു വാഗ്ദാനം ചെയ്തിരുന്നു, ആ വാഗ്ദാനം ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. എന്താ വാഗ്ദാനം? ഞങ്ങൾ ഏറ്റവും സ്നേഹിച്ചിരുന്ന നിന്നെ കാണാൻ. അള്ളാനെ സ്നേഹിക്കണവരാ ചോദിക്കുക അല്ലേ? സ്നേഹമുള്ളവർ കാണാൻ ആഗ്രഹിക്കും, അള്ളാനെ സ്നേഹിക്കണവർ അള്ളാനെ കാണാൻ ആഗ്രഹിക്കും. കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില വതദറൂനൽ ആഖിറ വജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. അന്ന് ചില മുഖങ്ങൾ പ്രഭാപൂരിതമായിരിക്കും. അള്ളാഹുവിനെ കണ്ടുകൊണ്ട് അവരുടെ മുഖങ്ങൾ ഇങ്ങനെ പ്രകാശിക്കുകയായിരിക്കും. അങ്ങനെ അള്ളാനെ കാണാനാ പറയുന്നത്. അപ്പൊ അള്ള മലക്കുകളോട് ഒരു മലക്കുകളെ എന്നെ കാണാൻ വേണ്ടി അതാ സ്വർഗക്കാരാഗ്രഹിക്കുന്നു. അതുകൊണ്ട് അവർക്ക് എന്നെ ഒന്ന് കാണിച്ചു കൊടുക്കൂ, അവരുടെ മുഖത്ത് നിന്ന് ആ മറയൊന്നു മാറ്റൂ. റഹ്മാനായ നാഥൻ അവിടെ വെച്ച് പറയുമ്പോ മലക്കുകൾ പറയും, അല്ലാ അവരെങ്ങനെ നിന്നെ കാണാനാ? എങ്ങനെ അവർക്ക് നിന്നെ കാണാൻ കഴിയും? കാരണം അവർ ദുനിയാവിൽ പാപം ചെയ്തവരാണല്ലോ, അവർ കുറ്റം ചെയ്തവരാണല്ലോ. നിന്നെ ഇവിടെ വെച്ച് കാണാൻ എങ്ങനെയാണ് അവർക്ക് സാധ്യമാവുക? അതിന് റഹ്മാനായ നാഥൻ പറയുന്ന മറുപടിയുണ്ട്, എന്നെ അവർക്ക് കണ്ടേ മതിയാവോ. ഫഇന്നഹും കാനൂ ذاكرين باكين في الدنيا طمعا في لقائي. എന്നെ കണ്ടുമുട്ടാൻ വേണ്ടി, എന്നെ നോക്കാൻ വേണ്ടി, ആഖിറത്തിൽ വെച്ച് എന്നെ ദർശിക്കുവാൻ വേണ്ടി അവർ ദുനിയാവിലൊറ്റക്കിരുന്ന് കരയുന്നവരായിരുന്നു, അവരൊറ്റക്കിരിക്കുന്നവരായിരുന്നു. നിസ്കാരങ്ങൾക്ക് ശേഷം ഇബാദത്തുകൾക്കുടനെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടുള്ള ആ ഇരുത്തമുണ്ടല്ലോ, റഹ്മാനായ നാഥൻ പറയുകയാണ്, അത് കാരണത്താൽ അവർക്ക് എന്നെ കണ്ടേ മതിയാകൂ. അങ്ങനെ അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ച് ആ വിരി അവരങ്ങ് മാറ്റിക്കൊടുത്താൽ എല്ലാവരും അള്ളാഹനെ കാണുകയാണ്, റഹ്മാനായ നാഥനെ ദർശിക്കുകയാണ്. അള്ളാഹുവേ, ചോദിക്കാൻ അർഹതയില്ലെങ്കിലും അല്ലാ, ഈമാനിന്റെ വെളിച്ചമുള്ളവരാണ് ഈ മജ്ലിസിൽ വന്നിരിക്കുന്നത്. നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ആമീൻ പറയൂ. നീ തൗഫീഖ് നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവിടെ വെച്ച് അള്ളാഹുവിന്റെ അങ്ങ് പ്രത്യക്ഷപ്പെടുത്തുകയാണ്. സ്വർഗ്ഗക്കാർ അള്ളാഹനെ കാണുകയാണ്. രൂപമില്ലാത്ത, തുല്യതയില്ലാത്ത, പ്രസവിച്ചിട്ടില്ലാത്ത, മറ്റൊരാൾ പ്രസവിച്ചവനല്ലാത്ത അള്ളാഹുവിനെ കണ്ടാൽ ഫഹും യഖിറൂന സുജ്ജദൻ ലില്ലാഹ്, അള്ളാഹുവിന്റെ മുമ്പിൽ എല്ലാവരും സുജൂദിലായി വീഴുകയാണ്. എന്തേ സുജൂദിലായി വീഴുന്നു? അള്ള ചോദിക്കും, ഇത് സുജൂദിന്റെ വീടല്ലല്ലോ, ഇത് ബഹുമാനത്തിന്റെ വീടല്ലേ, ഇത് ആദരവിന്റെ വീടല്ലേ? ഈ സ്വർഗത്തിൽ നിങ്ങൾ സുജൂദ് ചെയ്യുന്നത് എന്തിനാണ്? അത് ദുനിയാവായിരുന്നല്ലോ അതിന്റെ സ്ഥലം. റഹ്മാനായ നാഥൻ അത് പറയുമ്പോൾ വിശ്വാസികളെ, രാജാതിരാജനായ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗക്കാരായ ആളുകളോട് പറയുമ്പോ സ്വർഗക്കാര് അങ്ങനെ എഴുന്നേൽക്കുകയാണ്. സുജൂദിൽ നിന്നവർ എഴുന്നേൽക്കുന്നു, അള്ളാഹുവിന്റെ മുമ്പിൽ അവർ നിൽക്കുകയാണ്. റബ്ബിനെ അവർ കൺകുളിർന്ന് കാണുകയാണ്. നമ്മൾ അതിലുണ്ടാവണം, ഉണ്ടായേ മതിയാകൂ. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഈ വഅദ് ഞാൻ പറഞ്ഞത് അതിനു വേണ്ടിയാണ്. അള്ളാഹു നമ്മെ സ്വർഗത്തിലേക്ക് വിളിക്കുന്നുവെങ്കിൽ നമ്മുടെ മനസ്സിന്റെ അഭിലാഷവും തേട്ടവും ഒക്കെ അതാവണം. നിമിഷമല്ലേ ദുനിയാവിലെ ജീവിതമുള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോയാൽ ഈ സുഖങ്ങളും സൗകര്യങ്ങളും ഒന്നും നമുക്ക് ഉപകാരപ്പെടില്ലല്ലോ. 6 അടി മണ്ണിന്റെ അകത്തളങ്ങളിൽ യാതൊരു രക്ഷയുമില്ലാതെ കിടക്കേണ്ടി വരുമ്പോ ഈ ഇബാദത്തുകൾ നമുക്ക് സമാധാനമാകണമെങ്കിൽ ഈ ഒരു ലക്ഷ്യബോധം നമ്മുടെ മനസ്സിലുണ്ടാവണേ. റഹ്മാനായ നാഥൻ പറയുകയാണ്, നിങ്ങൾക്ക് എങ്ങനെയുണ്ട് കാര്യം? സ്വർഗക്കാരോട് ചോദിക്കാണ്, സ്വർഗക്കാരെ, നിങ്ങൾക്ക് ഞാൻ സ്വർഗം തന്നില്ലേ, എങ്ങനെയുണ്ട്? ഫഖദ് റളീതു അൻകും, എനിക്ക് നിങ്ങൾ നല്ല ഇഷ്ടായിട്ടുണ്ട്. അല്ലാഹ് പറയാൻ, ഫഹൽ റളീതും അന്നി, നിങ്ങൾക്ക് എന്നെ ഇഷ്ടായോ? അതിനവൻ പറയുന്ന മറുപടിയാണ് സ്വർഗക്കാര് പറയാൻ, വകൈഫ യാ റബ്ബനാ ലാ നർളാ,
ഇവിടെ നിന്ന് എന്ത് കിട്ടിയാലും തൃപ്തിയാവാത്ത മനുഷ്യരാണോ നമ്മൾ? എന്ത് കിട്ടിയാലും മുകളിലേക്ക് പോകാൻ, വീടുണ്ടായി അതിനേക്കാളും മുകളിൽ, കാറുണ്ടായി അതിനേക്കാളും വലുത്. എന്നാൽ സ്വർഗത്തിൽ അങ്ങനെയല്ലല്ലോ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ നൽകിയല്ലോ മാല ഐനുൻ റഅത്, ഒരു കണ്ണും ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, വലാ ഉദുനുൻ സമഅത്, ഒരു ചെവിയും ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത, വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും ഇന്ന് വരെ ഉദിച്ചിട്ടില്ലാത്ത അത്രയും വലിയ സ്വർഗം ഞങ്ങൾക്ക് നീ നൽകിയല്ലോ അല്ലാ എന്ന് സ്വർഗക്കാർ അല്ലാഹുവിനോട് പറയുമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്ക സ്വലാത്ത് ചൊല്ലു ആദരവായ നബി മുഹമ്മദ് മുസ്തഫ. റഹ്മാനായ റബ്ബ് നമ്മൾ പറഞ്ഞത് സ്വീകരിക്കുമാറാവട്ടെ, നമ്മൾ കേട്ടത് അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. 1.5 മണിക്കൂർ നമ്മൾ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞത് റഹ്മാനായ നാഥൻ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ആ വഴി അല്ലാഹുവേ ഞങ്ങൾക്ക് നീ എളുപ്പമാക്കി തരണേ അല്ലാ. റബ്ബേ, ഈ മജ്ലിസിൽ വെച്ച് 1.5 മണിക്കൂർ റഹ്മാനെ ഞങ്ങൾ സ്വർഗത്തെക്കുറിച്ച് ആലോചിച്ചു. വല്ലാഹു യദൂ ഇലാ ദാരിസ്സലാം, സ്വർഗത്തിലേക്കുള്ള നിന്റെ വിളിയെക്കുറിച്ച് ഞങ്ങൾ കേട്ടുവല്ല. ആ വിളിക്കുത്തരം നൽകുന്നവരിൽ റബ്ബേ പാപികളായ ഞങ്ങളെയും നീ ചേർക്കണേ അല്ലാ. ഇവിടെ വെച്ച് നല്ല നീയത്തോടെ സ്വതഖ ചെയ്യുന്ന മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. അവരുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റണേ അല്ലാ. റബ്ബേ, ഞാൻ ഇവിടെ ചെറിയൊരു സ്വതഖ ചോദിക്കുകയാണ്. ആരൊക്കെയാണോ ആ സ്വതഖയിൽ പങ്കാളികളാവുന്നത്, എന്തൊക്കെയാണോ അവരുടെ ലക്ഷ്യമെന്ന് അല്ലാഹുവേ നിനക്കറിയാം. തമ്പുരാനെ, ആ സ്വതഖ നീ കബൂലാക്കണേ അല്ലാ. മരണപ്പെട്ടു പോയവരുടെ ഖബറുകൾ വിശാലമാക്കണേ അല്ലാ. ഹജ്ജ് ചെയ്യണമെന്ന നിയ്യത്തോടെ എഴുന്നേറ്റ് നിന്ന് ആ സ്വതഖയിൽ പങ്കാളികളാകുന്നവർക്ക് അതിനുള്ള തൗഫീഖ് നീ കൊടുക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങളെല്ലാവരും ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ്. നന്നായിട്ടൊന്ന് സ്വതഖ ചെയ്തോളൂ. ഞാൻ വലിയ സ്വതഖം ചോദിക്കണില്ല. ഇൻഷാ അല്ലാഹ് ആരൊക്കെയാ തയ്യാറാവുക? നിങ്ങളെല്ലാവരും കഴിഞ്ഞവരൊക്കെ തയ്യാറാവണം കേട്ടോ. ഈ സദസ്സ് ദ്വാരക്കും വേറൊന്നുമില്ല. ഈ സദസ്സിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ആമീൻ കിട്ടും. ഹജ്ജിന് പോകാൻ നീട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ, മാതാപിതാക്കളുടെ പേരിലാണെങ്കിൽ അങ്ങനെ, നിങ്ങൾക്ക് അതിൻ്റെ ഒരു ദുആ കിട്ടും. ആരാണ് ആദ്യമായിട്ട് ഒരു 3313 ഈ സംരംഭത്തിലേക്ക്, ഈ മക്കളുടെ ഈ പരിപാടിയിലേക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കാൻ തയ്യാറുള്ള ആദ്യത്തെ ആളാരാണ്? ഒരു 3313 കൊടുത്തോളാം എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന ആള് ആദ്യത്തെ ആളാരാ? ആദ്യത്തെ ഒരാൾ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇനി ആളുണ്ടാവും കേട്ടോ. കഴിയുന്നവരൊക്കെ നിയ്യത്ത് ചെയ്യണം. അതാ ഒരു ഈമാന്റെ ശക്തി കൊണ്ട് ചെയ്യണതാണ് ആദ്യത്തെ ആളാകാൻ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ, ഒന്ന് എഴുന്നേറ്റ് നിന്ന് ആരക്കാം. അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ഒരു 10 ആളുകളെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 10 ആളുകളെയാണ്. ആദ്യത്തെ ആ 3 ആൾ ഈ സ്വലാത്തിൽ പങ്കാളികളാവാൻ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഈ സ്വലാത്തിൽ പങ്കാളികളാവാൻ ഒരു 3 ആള്, 2 ആൾ കൂടി ഒന്ന് കൈപൊക്കും. എന്നാൽ 3 ആളാകുമ്പോൾ ഒരു ബറക്കത്താണ്. 3313 തരാൻ കഴിയണ ഒരു 2 ആളും കൂടി കൈപൊക്കിയാൽ നമുക്ക് സ്വലാത്ത് ആവേശത്തോടെ, ഒന്നും കൂടി ആവേശത്തോടെ ചെല്ലാം. നിന്നിട്ടൊന്ന് കൈപൊക്കാൻ കഴിയണ ആരെങ്കിലും ഉണ്ടോ? 3313 തരാൻ കഴിയണ? അൽഹംദുലില്ലാഹ്. ഒരാളും കൂടി ഒന്ന് കൈപൊക്കി. അൽഹംദുലില്ലാഹ്. തവസ്സൽന, ഇരിക്കല് നമുക്ക് ബുദ്ധിമുട്ടില്ലാത്തവര് നിൽക്കി. തവസ്സൽന ബിബിസ്മില്ലാഹ് വബിൽ ഹാദി റസൂലില്ലാഹ് وكل مجاهد لله وأهل البدر يا الله صلاة الله. കയ്യൊന്ന് ഉയർത്തിപ്പിടിച്ച ആമീൻ പറയൂ. നീ ആ സ്വതഖ സ്വീകരിക്കണേ അല്ലാ. 3 ആളുകളുടെയും സ്വതഖ നീ കബൂലാക്കണേ അല്ലാ. അവര് ഹജ്ജ് നിയ്യത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള തൗഫീഖ് കൊടുക്കണേ റഹ്മാനെ. സാമ്പത്തികമായ കടങ്ങളിൽ നിന്നവരെ നീ സലാമത്താക്കണേ അല്ലാ. അവരുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. അത് പറയുമ്പോൾ അവരുടെ മനസ്സിലൊരു ഉദ്ദേശമുണ്ടാകുമല്ലോ. ആ ഹലാലായ മഖ്സൂദിനെ നീ ഹാസിലാക്കണേ അല്ലാ. രോഗങ്ങളിൽ നിന്ന് കാവൽ നൽകണേ അല്ലാ. റബ്ബേ, അവരുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബറിലേക്ക് ആ സ്വതഖയുടെ പുണ്യത്തെ നീ എത്തിക്കണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു 3 ആളും കൂടി ഒന്ന് കൈപൊക്കൂ. 4-ാമത്തെ ആളാരാണ്?
3313 നാലാമത്തെ ആള്. ധൈര്യത്തോടെ പൊക്കിക്കോളൂ. ഇതൊന്നും ഒരു വിഷയമാക്കരുത്. നമ്മൾ ഒരു സ്വതക്ക ചോദിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ കൊടുക്കാൻ കഴിയും. ഈ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾക്കിടയിലും നല്ല നിയത്ത് ഈ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞ് ഈ മജ്‌ലിസിൽ വെച്ച് നാലാമത്തെ ആളാരാ? കൈപൊക്കു ധൈര്യത്തോടെ. 3313 തരാൻ കഴിയുന്ന നാലാമത്തെ ആൾ പൊക്കിക്കോളൂ. ഒരാള് നാലാമത്തെ ഒരാളുടെ അൽഹംദുലില്ലാ. അഞ്ചാമത്തെ ആളാരാ? മൂന്നാളായിട്ട് സ്വലാത്ത് തന്നെ. അഞ്ചാമത്തെ ആള് വേഗം ധൈര്യത്തോടെ അതൊരു ഈമാന്റെ ശക്തിയിൽ കൈ പൊങ്ങട്ടെ. 3313 ആരാളുള്ളത്? ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം. 6 ആളായിട്ട് സ്വലാത്ത് അല്ലെന്നാണ് നിയ്യത്ത്. 2 ആളും കൂടി ഉണ്ടെങ്കിൽ ഒന്ന് വേഗം ആ നിയ്യത്ത് ഇങ്ങോട്ട് വരാനുള്ള അല്ലെ, നല്ല കരുത്ത് കരുതാനുള്ള ആ ഒരു സമയമാണ് ഈ കാണുന്നത് അല്ലേ. ഇൻഷാ അല്ലാഹ് സഹോദരിമാരുടെ ഭാഗത്തുണ്ടാവും. നിങ്ങളുടെ ഭാഗത്ത് ഇനി ആരെങ്കിലും ഉണ്ടോ? 4 ആയി. ഞാൻ സ്വലാത്ത് ചൊല്ലി ദ്വാരക്ക. 5, 6 2 ആളും കൂടി ആയാലും സ്വലാത്ത് അല്ല. സഹോദരിമാരാരെങ്കിലും ഉണ്ടോ? 3313. അതിനൊന്നൊരു മടി കാണിക്കാതെ 2 ആളുകളൊന്ന് കൈപൊക്കിക്കേ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നല്ല നിയത്തോടെ ഈ സദസ്സിൽ വെച്ച് നിങ്ങൾ അങ്ങനെ ഒരു കരുതൽ കരുതിയാൽ റഹ്മാനായ അള്ളാഹു അത് സ്വീകരിക്കും. കാരണം അങ്ങനത്തെ ഒരു സദസ്സാണ്. വേറെ നമ്മൾ അനാവശ്യങ്ങളോ വേറെ കാര്യമായിട്ടുള്ള തമാശകളോ ഒന്നും പറയാതെ അള്ളാഹുവിന്റെ ഖുർആനോദി ഹദീസുകൾ പറഞ്ഞ മജ്‌ലിസാണ്. ആരാളത്? 2 ആളുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. 4, 5, 6 2 ആളുണ്ടെങ്കിൽ ആ സ്വലാത്ത് അല്ല ഒരു ആവേശമാവും എന്നുള്ള നിൽക്കാണ്. ഉണ്ടെങ്കിൽ വേഗം. ഇല്ലേ? വളണ്ടിയർമാരൊന്ന് നോക്ക്. ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്ക്. വളണ്ടിയർമാർ നോക്കുന്നുണ്ടോ? ഉണ്ടോ? എനിക്ക് കാണില്ലേ ഇവിടെ. ഒരാളവിടെ ഉണ്ട്. 2 ആളുണ്ടോ? 2 ആളുണ്ടോ നോക്കി. 2 ആളായോ നോക്കി. 2 ആളായാലാണ് സ്വലാത്ത്. ഒരാളായി അൽഹംദുലില്ലാ. രണ്ടാമത്തെ ആളുടെ വേഗം കൈപൊക്കും. 2ാമത്തെ ആളുണ്ട്. 2 ആളുണ്ട്. അൽഹംദുലില്ലാ ഇലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാതി വന്നിഖ്മ വമിൻ ഹമ്മിൻ വമിൻ ഗുമ്മ ബിഅഹ്ലിൽ ബദരി യാ അല്ലാഹ് സ്വലാത്തുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. എല്ലാവരും കൈയുയർത്തി പിടിക്കൂ. അല്ലാഹുവേ, ആ 2 സഹോദരിമാരും അവിടെയുള്ള ആ സഹോദരനും എന്തൊക്കെ ഹലാലായ ഉദ്ദേശങ്ങളാണെങ്കിലും നീ ഹാസിലാക്കണേ അല്ലാഹ്. രോഗങ്ങളിൽ നിന്ന് കാവല് നൽകണേ റബ്ബേ. സാമ്പത്തികമായ ഈ ബുദ്ധിമുട്ടുകൾക്കിടയിലും അവർ സ്വതക്ക വാഗ്ദാനം ചെയ്യാൻ തയ്യാറായതിന്റെ ബറക്കത്ത് അവരുടെ ജീവിതത്തിൽ നീ കൊടുക്കണേ അല്ലാഹ്. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് അതിന്റെ സ്വതക്ക നീ എത്തിക്കണേ തമ്പുരാനെ. എന്തൊരാമീനാന്നറിയാം നമ്മുടെ മക്കള്. അവരുടെ മനസ്സിൽ വേറൊരു കലർപ്പും ഇല്ലാത്തതുകൊണ്ടാണ് അത്. ആ ദുആ സ്വീകരിക്കട്ടോ. വേറൊരു കലർപ്പില്ല. നമ്മൾ പറയണ്ടേ? ഓൾക്ക് അങ്ങനെ ഒന്നും ആലോചന ഇല്ല. ഒരു കഴിവിന്റെ പരമാവധി വെച്ചേ പറയാൻ. അല്ലാഹു ഈ മക്കളെയൊക്കെ നാളത്തെ സംഘാടകരാണ്. അല്ലാഹു ഈ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കട്ടെ. ആരാണ് നല്ല നിയ്യത്തോടെ? ആ 7ാമത്തെ ആളുള്ളത് ആരാണ്? ഞാൻ 10 ആളുകളാണ് എൻ്റെ മനസ്സിലുള്ളത്. 7ാമത്തെ ആളുണ്ടെങ്കിൽ ഒന്ന് ഈമാനോടെ കൈപൊക്കൂ. ഉണ്ടോ? 7ാമത്തെ ആൾ നല്ല നിയ്യത്തുകൾ മനസ്സിൽ വെച്ചാൽ ഉറപ്പാണ് അല്ലാഹു അത് സ്വീകരിക്കും. 7ാമത്തെ ആളുണ്ടോ സഹോദരന്മാരെ? ഉണ്ടോ? സഹോദരന്മാരുടെ കൂട്ടത്തിലുണ്ടോ? നിങ്ങളുടെ കൂട്ടത്തിൽ ഇനി ആരെങ്കിലും തയ്യാറുണ്ട്? 3313 തരാൻ കഴിയുന്ന 7ാമത്തെ ആളുണ്ടെങ്കിൽ വേഗം. ഒരു 4 ആളും കൂടി ആയാൽ ഞാനത് അവിടെ ക്ലോസ് ചെയ്യും. 7ാമത്തെ ആളുടെ വേഗം കൈപൊക്കൂ. 7 ആയോ? ഖൂലൂ തക്ബീർ. അങ്ങനെ ഒരു പറച്ചിൽ ഇവിടെ ഇല്ലേ? ഖൂലൂ തക്ബീർ എന്ന്. നിങ്ങൾ തക്ബീർ പറയുന്നതാണ് അതിന്റെ അർത്ഥം. ഖൂലൂ തക്ബീർ. കണ്ടില്ലേ എന്താണ് ആ സന്തോഷം എന്നറിയോ? 7ാമത്തെ സഹോദരനാണോ സഹോദരിയാണോ? സഹോദരിയാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ഹജ്ജിന് പോകാൻ അല്ലാഹു തൗഫീഖ് കൊടുക്കട്ടെ. മനസ്സിന്റെ ഉള്ളിലുള്ള ഉദ്ദേശം അല്ലാഹുവേ നീ നിറവേറ്റണേ അല്ലാഹ്. ഇനി ആ 3 പേരാരൊക്കെയാണെന്ന് നിനക്കറിയാം റഹ്മാനേ. മഖ്സൂദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. രോഗങ്ങളിൽ നിന്ന് കാവൽ നൽകണേ റഹ്മാനേ. അടുത്ത ആള്? 8, 9, 10 ഒരു 3 ആളുകളും കൂടി വേണം. അതോടെ അത് തീർക്കാം നമുക്ക്. മോനെ 8ാമത്തെ ആളുണ്ടോ നോക്ക്. ആരെങ്കിലും കൈപൊക്കുണ്ടോ നോക്ക്. അൽഹംദുലില്ലാ അല്ലാഹു സ്വീകരിക്കട്ടെ. ഇല്ലേ? അവിടെ ഇല്ലേ? ഉണ്ട്. ഒരാളുണ്ട്. 9, 10 2 ആവണി പൊക്കുണ്ടോ നോക്കിട്ടോ. ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ ആ സഹോദരിയുടെ മനസ്സിലുള്ള ഉദ്ദേശങ്ങൾ നീ നിറവേറ്റണേ അല്ലാഹ്.
നമ്മളൊന്ന് കയ്യൊക്കെ ഉയർത്തിപ്പിടിച്ച് ആമീൻ പറയണം. ഈ സ്വതക്കത്ര വലുത് തരുമ്പോൾ നമ്മളൊക്കെ ആമീൻ പറയുന്നുണ്ട്. അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ റഹ്മാനെ, സ്വർഗം നൽകണേ അല്ലാ, മരിച്ചുപോയവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ, ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ അതിനുള്ള തൗഫീഖ് കൊടുക്കണേ അല്ലാ. ഇനി രണ്ടാളും കൂടിയാ വേണ്ടത്. 9ാമത്തെ ആള്. 9ആയോ? 9, 10 അല്ലേ? 10 ആൾ പോരെ? 10 ആൾ മതി. രണ്ടാളും കൂടി ആയാൽ അൽഹംദുലില്ലാ 9. അൽഹംദുലില്ലാ. 9ഉം 10ഉം ആയോ? ഒന്ന് പറയും മോനെ. 9ഉം 10ഉം ആയോ? 9 ആയി. എന്നാ ഒരാളും കൂടി ഒരു 10. ഇനി വെറുതെ 11 ആക്കാൻ നിൽക്കണ്ട. 11 ആക്കി പിന്നെ ഞാനത് 15 ആക്കും. അപ്പോൾ 10 അവിടെ നിൽക്കണം. എത്ര പായത്? സ്വലാത്ത് ഇവിടെ കഴിഞ്ഞിട്ട് ചെല്ലാൻ വെച്ചിട്ടാണ്. സാധാരണ ഞാൻ വാതിന് പോണ സമയത്ത് കുടുങ്ങലാണ്. കുടുക്കല്ല, എന്നാലും ഒരു ചെവി കൂടെ ഒരു സംഘാടകൻ 2 ലക്ഷം വേണം, വേറെ ചെവിയിലൂടെ വേറെ സംഘാടകൻ 4 ലക്ഷം വേണം. ഇങ്ങനെ പറഞ്ഞ് നമ്മളങ്ങനെ സദസ്സിനോടത് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട്, ഇതിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഇത് ചോദിക്കലല്ലോ നമുക്ക് നടക്കുക. ഇവിടെ യമാനി എന്നോട് പറഞ്ഞിട്ടുള്ളത് വലിയ പിരിവൊന്നും വേണ്ട. ഇത് തന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞതാണ്. ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടാണ് എന്തെങ്കിലും സദസ്സിൻ്റെ ഒരു ബറക്കത്തിന് ഖൈറാണല്ലോ, അല്ലെങ്കിൽ അതൊരു ശീലമായി മാറൂല. ശീലം ഉണ്ടാവണം, സ്വതക്ക ചെയ്തിട്ട് ശീലം വേണം. അതിനൊട്ട് പിരിവുണ്ടാവില്ല എന്നാ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു കബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പം എന്നാ കഴിഞ്ഞോ? 10 ആയോ? എത്രയായി? ഇവര് 9ഉം 10ഉം ആയോ എന്ന് ചോദിച്ചത്. ആയി. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. അല്ലാഹുവേ നീ ഉദ്ദേശങ്ങൾ നിറവേറ്റണേ അല്ലാ, മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ. നമ്മളുടെ നിയമപരിധിയിൽ നിന്നുകൊണ്ട് തന്നെ 9:30 മണിയായി. നമുക്കൊരു 5-10 മിനിറ്റ് കൊണ്ട് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം അല്ലേ? യാ അല്ലാ, യാ അല്ലാ. 1.5 മണിക്കൂറൊക്കെ ഉള്ളൂ വയൽ പറയാൻ കഴിയുക. വയലിന് പുറമെ ഇപ്പോൾ 1/4 മണിക്കൂർ ഇതും കൂടിയായി. അൽഹംദുലില്ലാ. ഒരു ചെറിയ ദുആയോടെ നമുക്കെല്ലാവർക്കും സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആർന്ന് പിരിയാം. ഈ വയലിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇപ്പം ചില ആൾക്കാർ അരമണിക്കൂറേ വയൽ കേട്ടിട്ടുണ്ടാവുള്ളൂ. തുടങ്ങണ സമയത്ത് വന്നാലേ പൂർണ്ണമായിട്ടും കേൾക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. നാളെ ഉസ്താദ് നേരത്തെ എത്തും. ഞാൻ ഇവിടെ കൃത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 മണിയോടുകൂടെ ഞാൻ ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമ്മൾ കാരണത്താൽ ഇനി പരിപാടിക്ക് മുടക്കം വരരുത് എന്നുള്ള നിലക്ക്. അപ്പോൾ നിങ്ങൾ സന്തോഷത്തോടെ സമയത്ത് തന്നെ വന്നാൽ ആ വാഴ് കേട്ട് ദ്വായിലൊക്കെ പങ്കെടുത്ത് സന്തോഷത്തോടെ നമുക്ക് പിരിഞ്ഞു പോകാം. 9:30 മണിക്ക് വാഴ് കഴിഞ്ഞ് 10 മണിയോടുകൂടെ നമ്മൾ സാധാരണഗതിയിൽ ഇതിൻ്റെ പേരിൽ നമുക്ക് ഉറക്കത്തിനോ മറ്റോ യാതൊരു ഭംഗമില്ലാത്ത രീതിയിൽ അൽഹംദുലില്ലാ ഒരു 3 സ്വലാത്തും ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ ദുആ ചെയ്യുന്നതിൻ്റെ മുമ്പായി അർഹമുർ റഹീമീനായ റബ്ബ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് നമ്മൾ മനസ്സിൻ്റെ ഉള്ളിൽ, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ നിലനിർത്തിയിട്ട് വേണം റബ്ബിനോട് ഇതൊക്കെ തേടാൻ. ഏറ്റവും വലിയ ദുആ അല്ലാഹു തആല പഠിപ്പിച്ചത് ഏതാ? മുത്ത് റസൂൽ ഏറ്റവും കൂടുതൽ ദുആ ചെയ്തത് ഏതായിരുന്നു? സ്വർഗം തേടായിരുന്നു. വമിൻഹും മൻ യഖൂൽ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനഹ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ഉലൈക ലഹും നസീബും മിമ്മാ കസബൂ വല്ലാഹു സരീഉൽ ഹിസാബ്. ദുആക്ക് മുമ്പായിട്ട് ആ ചെറിയ കാര്യം കൂടെ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുക. അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ആ ചോദ്യത്തിൻ്റെ സംഗ്രഹമാണിത്. നമ്മൾക്കിത് വളരെ നിസ്സാരമായൊരു ദുആ, എല്ലാവർക്കും കാണാതെ അറിയുന്ന ദുആ ആയിരിക്കും ഇത്, ഇല്ലേ?
റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. പ്രത്യേകിച്ച് ഹജ്ജിനും ഉംറക്കൊക്കെ പോയ ആളുകൾ ഇതിങ്ങനെ ദ്വാരുന്നിട്ടായിരിക്കും തവാഫ് സഈന്റെ ഇടയിലൊക്കെ ഇത് ചെയ്യും. റസൂലുള്ളാഹി അതാ ചെയ്തിരുന്നത്. കാരണം ഇതിൻ്റെ അർത്ഥം ദുനിയാവും ആഖിറവും മൊത്തം ചോദിക്കുന്ന അർത്ഥമാണ്. എന്താ? റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ രക്ഷിതാവേ, ആതിനാ, ഞങ്ങൾക്ക് നീ നൽകണേ, ഫിദ്ദുനിയാ ഹസന, ദുനിയാവിൽ നല്ലതു മാത്രം നൽകണമേ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്വർഗത്തിലെത്തുവാൻ ആവശ്യമായ എന്തെല്ലാം നന്മകളുണ്ടോ അത് ദുനിയാവിൽ ഞങ്ങൾക്ക് നീ നൽകണേ. നല്ല ആരോഗ്യം നൽകണേ, നല്ല ഭക്ഷണം നൽകണേ, നല്ല മക്കളെ നൽകണേ, നല്ല ഭാര്യ നൽകണേ, നല്ല കുടുംബം നൽകണേ. ഫിദ്ദുനിയാ ഹസന. അള്ളാഹിനോട് ചോദിക്കുമ്പോൾ മനസ്സ് തട്ടിയിട്ട് വേണം ചോദിക്കാൻ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന. അത് ദുനിയാവിൽ നല്ലതല്ലെങ്കിൽ നമ്മൾ കുടുങ്ങും. ഉദാഹരണമായി, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലല്ല എങ്കിൽ നമ്മുടെ ആരോഗ്യം അള്ളാഹുവിന്റെ പൊരുത്തത്തിലുള്ള ആരോഗ്യമാവുകയില്ല. അല്ലേ? നമ്മളുടെ വീട് ഹറാമായ ധനത്തിലൂടെയാണ് ഉണ്ടാക്കപ്പെട്ടത് എങ്കിൽ അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയില്ല. നമ്മൾ പലിശക്കെടുത്തതാണ്, നമ്മൾ ലോൺ എടുത്തതാണ്, നമ്മൾ ഹറാമിലൂടെ സമ്പാദിച്ചതാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പൊരുത്തം അതിനുണ്ടാവുകയില്ല. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന. അത് വെറൊരു ചോദ്യമല്ല, ദുനിയാവിൽ നല്ലത് മാത്രം നൽകണേ എന്നാ ചോദിക്കുന്നത്. നല്ല മക്കളെ തരണേ അല്ലേ? ഇല്ലെങ്കിലോ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞതനുസരിക്കാത്ത, ദീനില്ലാത്ത, നമ്മളോട് എതിര് പ്രവർത്തിക്കുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ കാര്യം പോയില്. മനസ്സിൽ തട്ടി അങ്ങോട്ട് നോക്കന്നെ, റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന. അത് കഴിഞ്ഞാലോ വഫിൽ ആഖിറതി ഹസന. അല്ലാഹുവേ, പരലോകത്തും നല്ലതു മാത്രം, അഥവാ നിന്റെ സ്വർഗം ഞങ്ങൾക്ക് നീ തരണമേ. അറിയാതെ നമ്മളുടെ അടുക്കൽ നിന്നുണ്ടാകുന്ന ദുആയാണിത്. റബ്ബിനോട് ചോദിക്കുകയാണ്, വഫിൽ ആഖിറതി ഹസന, പടച്ചോനെ പരലോകത്തും നന്മ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മരണം, ഞങ്ങളുടെ മഹ്ശർ, ഞങ്ങളുടെ ഖബർ, ഞങ്ങളുടെ വിചാരണ ഒക്കെ സ്വർഗം. വഫിൽ ആഖിറതി ഹസന. അല്ലാഹു നമുക്കത് തരട്ടെ. പിന്നെയോ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, നിന്റെ നരകത്തിന്റെ കഠിനമായ കഠോരമായ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാക്കുകയും ചെയ്യണമേ. ഇത് കേവലം ഒരു ദുആയല്ല, ഇതൊരു മനസ്സാണ്. ഇത് വിശ്വാസിയായ ഒരു മനുഷ്യന്റെ ജീവിതമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധത്തിന് വേണ്ടി പോയപ്പോൾ കൂട്ടത്തിൽ ഒരു ദുർബലനായ സഹാബി ഉണ്ടായിരുന്നു. ആ സഹാബിയെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏൽപ്പിച്ചത് ഒട്ടകത്തിനും അതുപോലെ കുതിരകൾക്കും ഒക്കെ പുല്ലും വെള്ളമൊക്കെ കൊടുക്കാനായിരുന്നു. അങ്ങനെ കൊടുത്തു. ഒരു ദിവസം യുദ്ധത്തിന്റെ ഇടവേളയിൽ ആ സ്വഹാബി തന്റെ ടെന്റിലേക്ക് കയറി വന്നപ്പോൾ സ്വഹാബികളിൽപ്പെട്ട അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾ നിങ്ങൾ പിടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് കുറച്ച് സ്വർണം ഒക്കെ കൊടുത്തു. അപ്പോ ആ സ്വഹാബി ദേഷ്യപ്പെട്ടു. ഇതെന്താന്ന് ചോദിച്ചു. പറഞ്ഞു, നിങ്ങളും ഞങ്ങളോടുകൂടെ യുദ്ധത്തിന് വന്ന ആളാണല്ലോ. റസൂലുള്ളാഹിക്ക് ഇപ്പോഴാണ് ഒരു ഫ്രീ ടൈം കിട്ടിയത്. ആ സമയം ഉപയോഗിച്ച് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗനീമത്ത് വിതരണം ചെയ്തതാണ്, അതിന്റെ ഓഹരിയാണ്. ഇയാളുടെ മുഖം ചുവന്നു. സ്വഹാബികൾ കരുതി ഇയാൾക്ക് കിട്ടിയത് പോരാത്തതിന് ദേഷ്യം പിടിക്കാണ്. അല്ല, ദേഷ്യം പിടിക്കല്ലായിരുന്നു. അയാൾ ആ പൊതിയുമായി റസൂലുള്ളാഹിന്റെ മുമ്പിൽ ചെന്നു. അവിടെ ഒരു പലകയുണ്ടായിരുന്നു. ആ പലകയുടെ മുമ്പിൽ അത് വെച്ചു. എന്നിട്ട് നബിയോട് പറയാണ്, യാ റസൂലല്ലാഹ്, ഇതിനാണോ അങ്ങയുടെ കൂടെ ഞാൻ വന്നിട്ടുള്ളത്? അല്ലല്ലോ നബിയേ, പിന്നെ ഞാൻ അങ്ങയുടെ കൂടെ വന്നിട്ടുള്ളത് എന്തിനാ? അൻ ഉർമാഹുനാ, എന്റെ ഇവിടെ അമ്പേറ്റ് രക്തസാക്ഷിയാവാനാ ഞാൻ വന്നിട്ടുള്ളത്. വേറെ ലക്ഷ്യം നിനക്കില്ല യാ റസൂലല്ലാഹ്, വേറെ ആഗ്രഹമൊന്നുമില്ല.
പിന്നെ എന്തിനാണ് എനിക്കിത് എന്ന് ചോദിച്ച ആ മനുഷ്യൻ രക്തക്കളത്തിലേക്ക് എടുത്തു ചാടുകയും ഒരല്പസമയം കഴിഞ്ഞ് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്ന് രക്തസാക്ഷിയായി അവിടുത്തെ ഇവിടെ മയ്യിത്ത് കൊണ്ടുവരപ്പെടുകയും ചെയ്തു. വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, കത്തിക്കാളുന്ന നരകാഗ്നിയുണ്ടല്ലോ, ആ നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ സൂക്ഷിക്കുകയും ചെയ്യണമേ അല്ലാഹ്. ഇതായിരിക്കണം ഒരു വിശ്വാസിയായ മനുഷ്യന്റെ സദാസമയമുള്ള തേട്ടം. ഇതായിരിക്കണം ജീവിതം. അങ്ങനെ ജീവിച്ചവർക്ക് എന്താ ഉണ്ടാവുക? ഉലൈക ലഹും നസീബും മിമ്മാ കസബൂ. അവർ ദുനിയാവിൽ ചെയ്ത എല്ലാ അമലുകൾക്കും അല്ലാഹു അവർക്ക് പ്രതിഫലം നൽകുന്നതാണ്. വല്ലാഹു സരീഉൽ ഹിസാബ്. അല്ലാഹു അവരുടെ വിചാരണയെ എളുപ്പമാക്കുന്നതുമാണ്. അതുകൊണ്ട് ഈ ദുനിയാവിലെ ഐഹികമായ ലോകത്തെ നമ്മുടെ ജീവിതം ആഖിറത്തിന് വേണ്ടി നമ്മൾ സജ്ജീകരിക്കുക, സ്വർഗത്തിന് വേണ്ടി നമ്മൾ ലക്ഷ്യീകരിക്കുക. നരകത്തിന്റെ ചൂട് തട്ടാതെ സ്വർഗത്തിലേക്ക് കടക്കുന്ന വിശ്വാസികളുടെ അടയാളങ്ങളുമായി ഞാനും നിങ്ങളും മുന്നോട്ട് പോവുക. അല്ലാഹു നമുക്ക് അവസരവും തൗഫീഖും നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് ചെറിയ ഒരു ദുആയോടെ നമുക്ക് പിരിയാം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. ദുആന്റെ തൊട്ട് മുമ്പായി ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. 12 പേരാണ് ഇപ്പോൾ 3313 രൂപ വെച്ച് ഏറ്റിട്ടുള്ളത്. ഉസ്താദ് 10 പറഞ്ഞു. അത് ലിസ്റ്റ് പൂർത്തിയായി ഇവിടെ എത്തിയപ്പോഴേക്ക് 12 പേരായിട്ടുണ്ട്. അൽഹംദുലില്ലാ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. നിങ്ങൾ കരുതരുത് വീട് തോറും കയറി ഒരു കലക്ഷനൊക്കെ എടുത്ത് എന്തിനാ ഇങ്ങനെ ഒരു കലക്ഷൻ എന്ന് നിങ്ങൾക്ക് തോന്നരുത്. കാര്യം കുട്ടികൾ നിങ്ങൾ കഷ്ടപ്പെടുന്നത് കണ്ടിട്ടുണ്ടാകും. 2-3 ആഴ്ചയായി, അതിനു മുമ്പേ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ. പേര് പറയണ്ട എന്നൊക്കെ പറഞ്ഞവരുണ്ട്. പക്ഷേ ഈ ലിസ്റ്റ് ഇവിടെ വായിക്കലല്ലോ ഉസ്താദ്, നല്ല വേണ്ടല്ലേ? ഓക്കെ. പ്രാർത്ഥന ആവശ്യങ്ങളുണ്ട്. ആരോഗ്യത്തിന് വേണ്ടിയാണ് ഒരു സഹോദരി ഒരു മരിച്ചുപോയ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ, കുട്ടികളുണ്ടാകാൻ വേണ്ടിയിട്ട്, ആരോഗ്യത്തിന് വേണ്ടിയും മരിച്ചുപോയവർക്ക് വേണ്ടിയും, ആയിഷ എന്നൊരു സഹോദരി മകന് കുട്ടികളുണ്ടാകാൻ വേണ്ടി, അങ്ങനെ 12 പേര് ഇവിടെ ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇതിങ്ങനെ കുട്ടികൾ വീടുകളിലൊക്കെ കയറി കലക്ഷൻ നടത്തിയിട്ടുണ്ട്. അത് അൽഹംദുലില്ലാ നമ്മുടെ പരിപാടിയുടെ ചെലവിൻ്റെ ഒരു പൂർത്തീകരണമാണ് നമ്മളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേറെ കലക്ഷനൊന്നുമില്ല. അൽഹംദുലില്ലാ ഈ മൈക്ക് സെറ്റും അതുപോലെ 7 ദിവസത്തെ പരിപാടി പൂർത്തിയാകുമ്പോൾ ആവശ്യമായിട്ടുള്ള ചെലവ് മാത്രമേ വീട്ടിൽ നിന്നും ഇവിടെ നിന്നുമായിട്ട് കളക്ട് ചെയ്യുന്നുള്ളൂ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ പ്രവർത്തനമൊക്കെ പൂർത്തിയാവേണ്ടതുണ്ട്. ഇവിടെ നിന്ന് എത്ര രൂപയാണോ ബാക്കിയാക്കുന്നത് അത് ഇൻഷാ അല്ലാഹ് നമ്മൾ ആ വർക്കിലേക്കാണ് നീക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അതിൻ്റെ രജിസ്ട്രേഷൻ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് സമാപന ദിവസം ഹമീദലി ശിഹാബ് തങ്ങൾ ഈ വേദിയിൽ വെച്ചുകൊണ്ട് അതിൻ്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ പ്രാർത്ഥന കൊണ്ട് ആവശ്യപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ച് എടക്കണ്ടിയിലെ ഇസ്മായിൽ സാഹിബ് നമ്മുടെ മരണപ്പെട്ടു പോയ അവരുടെ കുടുംബം പ്രത്യേകിച്ച് എല്ലാ പരിപാടികളിലും വലിയ സഹായങ്ങൾ നൽകിക്കൊണ്ട് ദുആ കൊണ്ട് ആവശ്യപ്പെടുന്ന ഒരു സഹോദരിയും അവരുടെ കുടുംബവുമാണ്. അവർക്ക് പ്രത്യേകം ഉസ്താദ് ദുആ ചെയ്യണം. ഈ സ്ഥലം അനുവദിച്ച ആൾ, അതുപോലെ നമ്മളുമായി ബന്ധപ്പെട്ട് നിരന്തരമായി സഹകരിച്ചുകൊണ്ടിരിക്കുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്ത് ചോദിച്ചാലും ഇവിടെ അകമയഞ്ഞ് സഹായിക്കുന്നവരാണ്. ഇതിനകം ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് സമസ്ത നേരിട്ട് നടത്തിയ പ്രവർത്തനങ്ങൾക്കൊക്കെ സംസ്ഥാന തലത്തിൽ തന്നെ ഏറ്റവും നല്ല ഫണ്ട് കൊടുത്ത ഒരു മഹല്ലാണ് ഈ മഹല്ല്. ദാവത്തിനൊരു കൈത്താങ്ങിന് 1.25 ലക്ഷം രൂപ നൽകിയപ്പോൾ ഈ വർഷത്തെ മുഅല്ലിം ഡേ കളക്ഷനിലേക്ക് 80,000 രൂപ ഈ മഹല്ലിൽ നിന്ന് നമുക്ക് സമാഹരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതൊക്കെ ഇവിടുത്തെ സഹോദരിമാരിൽ നിന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും മജ്‌ലിസുൻ നൂറായിട്ടും അതുമായി ബന്ധപ്പെട്ട സൗണ്ട് സംവിധാനം ഏർപ്പെടുന്നതും കസേരയായിട്ടുമൊക്കെ നമുക്ക് സഹകരിച്ച എല്ലാവർക്കും വേണ്ടി ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണമെന്ന് അറിയിക്കുന്നു. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരുടെ ദുആ ലിസ്റ്റുകളിലേക്കും ഉസ്താദിൻ്റെ ശ്രദ്ധ
മാനസികമായിട്ടുണ്ടാകണമെന്ന് അറിയിച്ചുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉസ്താദിനെ ക്ഷണിക്കുന്നു. നാളെ മുനീർ ഹുദവിയാണ്. ഇതുപോലെ നേരത്തെ എത്തും, നേരത്തെ നമ്മൾ ആരംഭിക്കും. കാരണം മഞ്ഞാണ്, നമ്മുടെ പ്രകൃതി കുറച്ച് പ്രയാസങ്ങൾ ഒക്കെ ഉണ്ടാകും. നമ്മൾ പന്തലൊന്നും കെട്ടിയിട്ടില്ല, അതുകൊണ്ട് കൂടുതൽ മഞ്ഞായി അങ്ങനെ കുട്ടികൾക്കൊക്കെ ജലദോഷമായി അങ്ങനെ ഒരു പ്രയാസപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ് നേരത്തെ ആരംഭിച്ച് നമ്മൾ നേരത്തെ തന്നെ പരിപാടി അവസാനിപ്പിക്കുന്നത്. അതേപോലെ രാവിലെ മദ്രസയിലേക്ക് കുട്ടികൾ വരുന്ന സാഹചര്യമൊക്കെ ഇപ്പോൾ ഇന്ന് 7:20 4-5 കുട്ടികൾ കടന്നു വന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടുന്ന് പരിപാടി കഴിഞ്ഞ് വീട്ടിലെത്തി ഭക്ഷണം കഴിച്ച് 11:30 മണിക്ക് ശേഷമാണ് ഉറങ്ങിയത്, അതുകൊണ്ട് രാവിലെ എണീക്കാൻ പാർത്തു എന്നാണ് പറയുന്നത്. ഈ എണീക്കൽ എപ്പോഴാണ്? 6:45. സുബ്ഹി നിസ്കരിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പം ഞാൻ പറയുന്നത്, ഒരു മനുഷ്യന് ശരാശരി 8 മണിക്കൂറേ ഉറക്കം ആവശ്യമുള്ളൂ. ഈ 8 മണിക്കൂറും കഴിഞ്ഞ് 9 കഴിഞ്ഞ് 10 മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ടും കുട്ടികൾക്ക് മദ്രസയിലേക്ക് വരാനുള്ള പ്രയാസം വരെ അനുഭവിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇടപെടുമ്പോൾ കുട്ടികളുടെ മദ്രസയുടെ കാര്യങ്ങളിലൊക്കെ കൃത്യമായി നിങ്ങൾ ശ്രദ്ധിക്കണം ഇൻഷാ അല്ലാഹ്. അതുകൊണ്ടാണ് നമ്മൾ പരിപാടി പെട്ടെന്ന് തുടങ്ങുന്നത്. ഇന്ന് ഉസ്താദ് പറഞ്ഞതുപോലെ 5 മണിക്ക് ഇവിടെ എത്തി, പിന്നെ കാര്യങ്ങളൊക്കെ റാഹത്തായി നിർവഹിച്ചു. നിസ്കാരം കഴിഞ്ഞ ഉടനെ ഭക്ഷണവും കഴിഞ്ഞ് റെഡിയായിരിക്കുകയായിരുന്നു, നമ്മളെ കാത്തിരിക്കുകയായിരുന്നു. നമ്മളിന്ന് കൃത്യമായി തുടങ്ങിയത്, സദസ്സിൽ പുരുഷന്മാരൊന്നും എത്താതെ തുടങ്ങിയത്, നാളെ ഇങ്ങനെ നമ്മൾ ആരെയും കാത്തിരിക്കില്ല എന്നുള്ളത് കൃത്യമായി അറിയിക്കാനാണ്. ഇനി ഇൻഷാ അല്ലാഹ് മുനീർ ഹുദവിയും അതുപോലെ തന്നെ ഖലീൽ ഹുദവിയും മഅ്മൂൻ ഹുദവിയും സമാപന ദിവസവും 4 ദിവസവും കൃത്യമായി നമുക്കിങ്ങനെ ആരംഭിക്കണം. കാരണം നമ്മുടെ അതിഥികൾ, പ്രത്യേകിച്ച് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ അന്ന് 2 പരിപാടിയാണ്, ഇവിടെയും ഇരിട്ടിയിലുമാണ്. തങ്ങളെ സംബന്ധിച്ചിടത്തോളം എവിടെയാണോ ആദ്യം എത്തുക, ആ സാഹചര്യം എങ്ങനെയാണോ അങ്ങനെയാണ് ഉണ്ടാവുക. ചിലപ്പോൾ മഗ്‌രിബിന് ഇവിടെ എത്തി ഭക്ഷണം കഴിച്ച് ഉടനെ വേദിയിലെത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ കൃത്യമായി മഗ്‌രിബിന് അവിടെ പങ്കെടുത്തുകൊണ്ട് 8:30 മണിക്ക് നമ്മുടെ പ്രഭാഷണം തുടങ്ങി പ്രഭാഷണത്തിനിടയിലായിരിക്കും ഇവിടെ എത്തിച്ചേരുക. ആദ്യം എത്തുമെന്നാണ് നിലവിൽ കിട്ടിയ റിപ്പോർട്ട്. മറ്റെന്തെങ്കിലും പരിപാടികൾ പയ്യന്നൂരോ തളിപ്പറമ്പിലോ ഭാഗത്തായിട്ട് വന്നു കഴിഞ്ഞാൽ നേരെ അതുവഴിയാണ് വരിക. അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് പെട്ടെന്ന് ഇവിടെ എത്തിച്ചേരുമെന്നാണ്. അങ്ങനെ എല്ലാവരും നേരത്തെ എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്ന് വീണ്ടും വീണ്ടും അറിയിച്ചുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉസ്താദിനെ ക്ഷണിക്കുന്നു. آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وشفيعنا وحبيبنا محمد. أرحم الراحمين الملك الملوك രാജ സയ്യിദായ തമ്പുരാനെ, ഞങ്ങളിതാ മണിക്കൂറുകളോളം ഖുർആനോദി ഹദീസുകൾ പറഞ്ഞ് വാള് പറഞ്ഞ് അവസാനം നിന്നിലേക്ക് കൈകളുയർത്തിയിരിക്കുന്നു. നീ ഞങ്ങളെ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ പറഞ്ഞതും കേട്ടതുമെല്ലാം ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഈമാനിന്റെ വെളിച്ചമാക്കണേ അല്ലാ. തഖ്വയുള്ളവരാക്കണേ അല്ലാ, ഈമാനുള്ളവരാക്കണേ അല്ലാ, ദീനുള്ളവരാക്കണേ അല്ലാ. റഹ്മാനെ, ഞങ്ങളെയൊക്കെ അടിയുറച്ച മുഅ്മിനീങ്ങളാക്കണേ തമ്പുരാനെ. ഈമാൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. കാരുണ്യവാനായ തമ്പുരാനെ, നീയല്ലാതെ ചോദിക്കാൻ ഞങ്ങൾക്കൊരാളുമില്ല, നിന്നോടല്ലാതെ പറയാൻ ഞങ്ങൾക്കൊരാളുമില്ല. സ്വാലിഹീങ്ങളായ അടിമകൾ ഞങ്ങളെ ചേർക്കണേ അല്ലാ. ഞങ്ങളുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, വല്യമ്മ, വല്യപ്പമാര്, ജ്യേഷ്ഠാനുജന്മാര്, അല്ലാഹുവേ, ഈ രാത്രിയിൽ അവരുടെ ഖബറുകൾ നീ വിശാലമാക്കണേ റഹ്മാനെ. ഖബർ സ്വർഗമാക്കണേ അല്ലാ, ഖബർ പൂങ്കാവനമാക്കണേ അല്ലാ. റഹ്മാനായ തമ്പുരാനെ, ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ ഞങ്ങൾക്കുണ്ട് റബ്ബേ, അവർക്ക് ദീർഘായുസ് കൊടുക്കണേ നാഥ, അവർക്ക് ആരോഗ്യം കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, അവരെ തഖ്വയുള്ളവരാക്കണേ അല്ലാ. മക്കളായ ഞങ്ങൾക്ക് നീ അവരുടെ പൊരുത്തം തരണേ റഹ്മാനെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും. മക്കളായ ഞങ്ങൾക്ക് അവരുടെ പൊരുത്തം തരണേ അല്ലാ. റബ്ബേ, അവർക്ക് ആരോഗ്യം കൊടുക്കണേ റബ്ബേ, രോഗികളാക്കല്ല റബ്ബേ, അവരെ വേദനിപ്പിക്കല്ലേ അല്ലാ. ഇങ്ങനെ ദുആ ചെയ്യുന്ന മക്കളെ ഞങ്ങൾക്ക് നീ തരണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ ഈമാനുള്ളവരാക്കണേ റഹ്മാനെ, ഹാഫിളീങ്ങളാക്കണേ അല്ലാ, ആലിമീങ്ങളാക്കണേ അല്ലാ. ദുനിയാവിലെ ജീവിതത്തിൽ അവരെ പ്രയാസപ്പെടുത്തല്ല റഹ്മാനെ. റബ്ബേ, ഞങ്ങൾ മയ്യിത്ത് നിസ്കരിക്കും, ഞങ്ങൾക്ക് മയ്യിത്ത് നിസ്കരിക്കാൻ സ്വാലിഹീങ്ങളായ ആൺമക്കളെ തരണേ അല്ലാ.
നിങ്ങളുടെ പെൺമക്കളെ നീ ഈമാനുള്ള ദീനുള്ള പെൺകുട്ടികളാക്കണേ റഹ്മാനെ. കല്യാണപ്രായമെത്തിയ മക്കൾക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ, നല്ല ഇണകളെ നൽകണേ അല്ലാ. മക്കളെ വഴികേടിലാക്കല്ല റഹ്മാനെ, അവരെ തടയണേ അല്ലാ. അവരെ കൊണ്ട് ഞങ്ങൾക്ക് അപമാനം നൽകല്ലേ അല്ലാ. ബുദ്ധിയുള്ള മക്കളാക്കണേ റഹ്മാനെ, തന്റെ ഇടമുള്ളവരാക്കണേ അല്ലാ, പഠിക്കാൻ കഴിയുന്നവരാക്കണേ റഹ്മാനെ. ഇവിടെ സ്വതക്ക ചെയ്തവർക്ക് എന്തൊക്കെ മുറാദുകളുണ്ടോ എല്ലാ ഉദ്ദേശങ്ങളും നീ നിറവേറ്റണേ അല്ലാ. ഹജ്ജിന് നിയ്യത്ത് ചെയ്തവർക്ക് അതിനുള്ള തൗഫീഖ് കൊടുക്കണേ റബ്ബേ. ഈ സ്ഥലത്തെ SKSF-കാർ അടുത്ത വർഷം വാള് വെക്കുമ്പോ ഇവിടെ ദുആ ചെയ്ത് സ്വതക്ക ചെയ്തത് കൊണ്ട് റബ്ബേ ഹജ്ജിന് പോകാൻ അവസരം കിട്ടിയെന്ന് കേൾക്കുന്ന സന്തോഷ വാർത്ത ഞങ്ങൾക്ക് നീ തരണേ അല്ലാ. ഇതിനു വേണ്ടി ഓടി നടന്ന എന്റെ പ്രിയപ്പെട്ട അബൂബക്കർ യമാനി, അല്ലാഹുവേ നീ ദീർഘായുസ് കൊടുക്കണേ റബ്ബേ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ കുടുംബം നീ ബറക്കത്ത് നൽകണേ റബ്ബേ. അദ്ദേഹത്തിന്റെ പിതാവിന് നീ ആരോഗ്യവും സന്തോഷവും കൊടുക്കണേ അല്ലാ. നേതൃത്വം നൽകുന്ന സ്ഥാപനങ്ങളെ നീ വളർത്തണേ റബ്ബേ. ഇവിടുത്തെ SKSF-ന് നീ ഇസ്സത്തും ശക്തിയും നൽകണേ അല്ലാ. ഇതിനു വേണ്ടി ഓടി നടന്ന എന്റെ പ്രിയപ്പെട്ട അനുജന്മാരായ കൊച്ചുമക്കൾ, അവരുടെ വിദ്യാഭ്യാസത്തിൽ നീ ഖൈർ നൽകണേ റഹ്മാനെ. നാളെ ഈ സമുദായത്തെ നയിക്കാനുള്ള പക്വത നീ അവർക്ക് കൊടുക്കണേ റബ്ബേ. ഇന്ത്യ രാജ്യത്ത് നീ സന്തോഷം നൽകണേ റഹ്മാനെ, സമാധാനം നൽകണേ അല്ലാ. ഞങ്ങൾക്കാർക്കും ദാരിദ്ര്യം നൽകല്ല റബ്ബേ, കടം നൽകല്ലേ അല്ലാ. എല്ലാവർക്കും നീ ഐശ്വര്യം നൽകണേ റഹ്മാനെ. ഇന്ത്യയിലുള്ള എല്ലാവർക്കും നീ സന്തോഷം നൽകണേ അല്ലാ. കേരളത്തിൽ നീ ഐശ്വര്യം നിലനിർത്തണേ റബ്ബേ, സൗഹാർദ്ദം നിലനിർത്തണേ അല്ലാ, സംഘർഷം നിലനിർത്തല്ല റബ്ബേ. റബ്ബേ അല്ലാഹുവേ, ഈ സ്ഥലം ഞങ്ങൾക്ക് അനുവദിച്ചവർ, ഈ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തവർ, അവർക്കൊക്കെ നീ ഖൈറും ബറക്കത്തും നൽകണേ തമ്പുരാനെ. നീ സന്തോഷവും സമാധാനവും തരണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ പടച്ചോനെ, ഞങ്ങളെവിടെ വെച്ച് എങ്ങനെ മരിക്കുകയാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പുഞ്ചിരിച്ച് മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.